ഹായ് വെൽക്കം ടു എജു വേൾഡ്. സോ നമ്മളിന്ന് സോഷ്യൽ വർക്കിലെ ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ നമ്മൾ സെക്കൻഡ് ലാസ്റ്റ് മൊഡ്യൂളായിട്ടുള്ള വർക്കിംഗ് വിത്ത് ഗ്രൂപ്പ്സ് മൊഡ്യൂളാണ്. സോ അതിലെ ലാസ്റ്റ് പാർട്ടാണ്. സോ ഇതിൽ ഏറ്റവും ലാസ്റ്റ് പാർട്ടായിട്ട് വരുന്ന ടോപ്പിക്കുകളാണ്, അതായത് സ്റ്റേജസ് ഓഫ് ഗ്രൂപ്പ് ഡെവലപ്മെൻറ്റ്, ഗ്രൂപ്പ് ഡെവലപ്മെൻറ്റൽ സ്റ്റേജസ്, സോ അതുപോലെ സോഷ്യൽ ഗ്രൂപ്പ് വർക്കിൻ്റെ പ്രോസസ്സുകൾ. സോ ഇനി നമുക്ക് 5 സ്റ്റേജസ് ഓഫ് ഗ്രൂപ്പ് ഡെവലപ്മെൻറ്റ്. സോ ഒരു ഗ്രൂപ്പ് ഡെവലപ്മെൻറ്റിന് 5 ഘട്ടങ്ങളിലൂടെയാണ് ഒരു ഗ്രൂപ്പ് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഫുള്ളി ഫ്ലറിഷ്ഡ് ഗ്രൂപ്പ് ആവുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഒന്നിച്ച് ചേർന്ന് ഒരു ഗ്രൂപ്പായിട്ട് നിന്ന് ഒരു കാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ അച്ചീവ് ചെയ്യണമെങ്കിൽ അതിൽ 5 സ്റ്റേജസ് ഉണ്ടെന്നാണ് പറയുന്നത്. സോ ഇത് നമ്മൾ ഈ ഒരു ഫോം ഓഫ് ഈ സ്റ്റേജ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ടക്മാനാണ്. ഇനി അതല്ലാതെ ഒരുപാട് പേര് ഈ ഒരു സ്റ്റേജസ് ഓഫ് ഗ്രൂപ്പ് ഡെവലപ്മെൻറ്റിനെ പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് നോക്കാം. സോ ഇതിൽ നമ്മൾ ടക്മാൻ്റെ സ്റ്റേജസ് ഓഫ് ഗ്രൂപ്പ് ഡെവലപ്മെൻ്റ് ആണ് നോക്കുന്നത്. സോ അദ്ദേഹത്തിൻ്റെ സ്റ്റേജ് 1 എന്ന് പറയുന്നത് ഫോമിംഗ് സ്റ്റേജ് എന്നാണ് പറയുന്നത്. ഇൻ ദ ഫോമിംഗ് സ്റ്റേജ് പേഴ്സണൽ റിലേഷൻസ് ആർ ക്യാരക്ടറൈസ്ഡ് ബൈ ഡിപ്പെൻഡൻസ് നോൺ ആസ് ഡിപ്പെൻഡൻറ്റ് സ്റ്റേജ്, ഓറിയൻറ്റേഷൻ ഓഫ് ടാസ്ക് ആൻഡ് ടീം. സോ ഈ ഒരു ഫോമിംഗ് സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഗ്രൂപ്പ് ഡെവലപ്മെൻറ്റിൻ്റെ ആദ്യത്തെ സ്റ്റേജിനെയാണ് നമ്മൾ ഫോമിംഗ് സ്റ്റേജ് എന്ന് പറയുന്നത്. സോ ഈ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു ഡിപ്പെൻഡൻറ്റ് സ്റ്റേജ് ആയിരിക്കും. ഒരു ഉദാഹരണം നമ്മൾ പറയുകയാണെങ്കിൽ, ഉദാഹരണം വെച്ച് പറയുമ്പോൾ കുറച്ചുകൂടി ഇതാവും. ഇപ്പോൾ നമ്മളൊരു ടീച്ചർ ഒരു പല ഡിവിഷനിൽ നിന്ന് കുട്ടികളെ ഇങ്ങനെ ഒരു റാൻഡമായിട്ട് സെലക്ട് ചെയ്തിട്ട് അവർക്കൊരു ടാസ്ക് കൊടുക്കുകയെന്ന് വിചാരിച്ചു. അവരുടെ അടുത്ത് പറയാം, നിങ്ങളിങ്ങനെ ആനുവൽ ഡേക്ക് ഒരു സ്കിറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഒരു ഡ്രാമ ചെയ്യണമെന്ന് പറയും. സോ അപ്പോൾ പലയിടത്തു നിന്ന് വന്ന കുട്ടികളല്ലേ, സോ അവരൊരു ഗ്രൂപ്പാക്കി. അപ്പം എന്നിട്ട് അതിലൊരു ലീഡറിനെ കൊടുക്കും. സോ അപ്പോൾ ഈ വന്ന ഗ്രൂപ്പിലുള്ളവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയായിരിക്കും. നോർമലി അവർക്കൊരു കണ്ട് പരിചയം കാണും, അല്ലെങ്കിൽ ചെറിയൊരു ഫ്രണ്ട്ഷിപ്പ് കാണും. സോ ഇവരെന്ത് ചെയ്യും, ഈ ഗ്രൂപ്പിൽ വരുമ്പോഴത്തേക്ക് ഇവർക്ക് എന്താണ് ചെയ്യേണ്ടത് അങ്ങനെ ഒന്നും അറിയത്തില്ല. അപ്പോൾ ഇവർ ആരെയായിരിക്കും ഡിപ്പെൻഡ് ചെയ്യുന്നത്? ലീഡർ എന്ത് പറയുന്നു. സോ അപ്പോൾ ഇതിനൊരു ലീഡർ ഉണ്ടല്ലേ, ഇപ്പോൾ ഈ ഒരു ഡ്രാമ ചെയ്യണമെങ്കിൽ ഒരു ലീഡറുണ്ട്. അപ്പോൾ ആ ലീഡറിനെ എന്ത് ചെയ്യും, ഡിപ്പെൻഡ് ചെയ്യും. സോ അപ്പം ഈ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഡിപ്പെൻഡൻറ്റ് സ്റ്റേജാണ്. സോ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല, എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. സോ അപ്പോൾ അതിനെല്ലാം ഒരിത് വരണം. സോ അപ്പം ഒരു ഡിപ്പെൻഡൻറ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഫോമിംഗ് സ്റ്റേജിനെയാണ് പറയുന്നത്. അതുപോലെ ഓറിയൻറ്റേഷൻ ഓഫ് ടാസ്ക് ആൻഡ് ടീം. സോ ഒരു ഡിസ്ഓർഗനൈസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ഒരു പ്രത്യേകിച്ച് ഒരു ഓറിയൻറ്റേഷനും ഇല്ലാതെ ആയിരിക്കും ഇരിക്കുന്നത്. എന്ത് ചെയ്യണം, നാടകം എവിടെ നിന്ന് തുടങ്ങണം, സ്ക്രിപ്റ്റ് ആരെഴുതും, അല്ലെങ്കിൽ ഡയലോഗ് ആര് പറയും. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, ഓറിയൻറ്റേഷൻ ചെയ്യണം. സോ അതെല്ലാം ഈ ഒരു ഫോമിംഗ് സ്റ്റേജിലാണ് നടക്കുന്നത്. അതായത് ഓറിയൻറ്റേഷൻ ഓഫ് ടാസ്ക് ആൻഡ് ടീം. സോ ചെയ്യേണ്ട ടാസ്കും എന്ത് ചെയ്യണം, ഓറിയൻറ്റേഷൻ ചെയ്യണം. അതുപോലെ ടീമിനെ എന്ത് ചെയ്യണം, ഈ നടനായിട്ട് ഒരാൾ വേണം, ലീഡിങ് റോള് അല്ലെങ്കിൽ ഹീറോയിൻ ഇങ്ങനെ ഒരാൾ. സോ അങ്ങനെ ഓരോന്നും എന്ത് ചെയ്യണം, നമ്മൾ ഓറിയൻറ്റ് ചെയ്യണം. സോ അപ്പോൾ ഓറിയൻറ്റേഷൻ ഓഫ് ടാസ്ക് ആൻഡ് ടീം എന്ന് പറയുന്നത് ഏത് സ്റ്റേജിലാണ് നടക്കുന്നത്, ഫോമിംഗ് സ്റ്റേജിലാണ് ഇത് നടക്കുന്നത്. ഇനി ഗ്രൗണ്ട് റോൾസ് ഐഡൻറ്റിഫൈഡ് ഫോർ ടീം. സോ ഇനി എന്ത് ചെയ്യണം, ആ ടീമിന് ആവശ്യമായിട്ടുള്ള റോൾസ്, എന്തൊക്കെ റോളാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യണം. ഡിപ്പെൻഡൻറ്റ് ഓൺ ലീഡറിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ഇരിക്കുന്നത്. ഇനി ഡിസ്ഓർഗനൈസ്ഡ് ആയിരിക്കും, ഓർഗനൈസ്ഡ് ഫോം ആയിരിക്കത്തില്ല, ഡിസ്ഓർഗനൈസ്ഡ് രീതിയിലായിരിക്കും ഇരിക്കുന്നത്. ആർക്കും എന്ത് ചെയ്യണമെന്നറിയില്ല, എങ്ങനെ തുടങ്ങണമെന്നറിയില്ല. അപ്പം ഒരു ഡിസ്ഓർഗനൈസ്ഡ് ഫോം ഓഫ് സ്റ്റേജസ് ആണ് ഫോമിംഗ് സ്റ്റേജ് എന്ന് പറയുന്നത്. അതുപോലെ ഇനിഷ്യൽ എൻട്രി. സോ ഒരു മെമ്പർ ഒരു ഗ്രൂപ്പിലോട്ട് എത്തുന്ന ആദ്യത്തെ സ്റ്റേജാണ്, അല്ലെങ്കിൽ ആ സ്റ്റേജിനെയാണ് നമ്മൾ ഫോമിംഗ് സ്റ്റേജ് എന്ന് പറയുന്നത്, ഇനിഷ്യൽ എൻട്രി ഓഫ് മെമ്പർ എന്ന് പറയുന്നത്. ഇനി ക്യാരക്ടറൈസ്ഡ് ബൈ ടെസ്റ്റിംഗ് ആൻഡ് ഡിപ്പെൻഡൻസ്. സോ ഈ ഒരു ഫോമിംഗ് സ്റ്റേജിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് എന്താണ്, ഡിപ്പെൻഡൻസ് സ്റ്റേജ് ആണ്, അല്ലെങ്കിൽ ടെസ്റ്റിംഗ് ആണ്, അല്ലെങ്കിൽ പരീക്ഷണം ആണല്ലേ, എന്ത് ചെയ്യണം എന്നൊക്കെയുള്ള ടെസ്റ്റിംഗ് അടിസ്ഥാനത്തിൽ വരുന്ന ഒരു സ്റ്റേജാണ് ഫോമിംഗ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഇനി മെമ്പേഴ്സ് കൺസേൺ ഇൻക്ലൂഡ്. ഈ ഒരു ഗ്രൂപ്പിൽ വരുന്ന ആദ്യത്തെ സ്റ്റേജിലെത്തുന്നവരുടെ കൺസേൺസ് എന്തായിരിക്കും, ഗെറ്റിംഗ് ടു നോ ഈച്ച് അതർ. ഇവർക്ക് അറിയാമെങ്കിലും കൂടുതലായിട്ട് എന്ത് അറിയത്തില്ല. ചിലപ്പം പലർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാതിരിക്കും. സോ അപ്പം ഈ ഒരു ഗ്രൂപ്പിലെത്തുമ്പോഴത്തേക്ക് അവർ ആലോചിക്കുക, ഓരോരുത്തരെ കുറിച്ച് അവർക്ക് അറിയേണ്ടതായിട്ട് വരും. ഡിറ്റർമിൻ ഗ്രൂപ്പ് റിയൽ ടാസ്ക്. ഇനി എന്തിനാണ് ഈ ഒരു ഗ്രൂപ്പ്, ഞാൻ എന്തിനാണ് ഈ ഗ്രൂപ്പിൽ വന്നത് എന്നുള്ള അതിൻ്റെ കറക്റ്റ് ഒബ്ജക്റ്റീവ് എന്താണെന്ന് തിരിച്ചറിയണം. പിന്നെ അതുപോലെ ഡിഫൈനിങ് ഗ്രൂപ്പ് റൂൾസ്. സോ ഇനി ഈ ഗ്രൂപ്പിൽ എന്തെങ്കിലും റൂൾസ് ഉണ്ടോ, സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തിരിച്ചറിയണം. ഗൈഡൻസ് ഇസ് നീഡഡ് ഫ്രം ലീഡർ. ഇനി ലീഡറിൽ നിന്ന് എന്ത് വേണം, ഗൈഡൻസ്, പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസ് കിട്ടണം. ഇതാണ് ഈ ഒരു ഫോമിംഗ് സ്റ്റേജ് എന്ന് പറയുന്നത്. സോ ഇതിൽ ഏറ്റവും കൂടുതൽ ഓർക്കേണ്ടത് ഒരു ഗ്രൂപ്പ് ഡെവലപ്മെൻറ്റ്
ഡെവലപ്മെൻറ്റ് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഫോമിങ് സ്റ്റേജ് ആണ്. സോ ഇതൊരു ഡിപ്പെൻഡൻറ്റ് സ്റ്റേജ് ആണ്. ഇനിഷ്യൽ ഒരു മെമ്പറിൻ്റെ ഇനിഷ്യൽ എൻട്രി എന്ന് പറയുന്നത് ഈ ഒരു ഫോമിങ് സ്റ്റേജിലോട്ടായിരിക്കും. ഇവിടെ ആരെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്? ലീഡറിനെ ആയിരിക്കും. പിന്നെ ഓറിയൻറ്റേഷൻ ഓഫ് ടാസ്ക് ആൻഡ് റോൾസ് ആണ്, ടാസ്ക് ആൻഡ് ടീമാണ്. പിന്നെ അതുപോലെ ഡിസോർഗനൈസ്ഡ് ആയിരിക്കും, ക്യാരക്ടറൈസ്ഡ് ബൈ ടെസ്റ്റിംഗ് ആൻഡ് ഡിപ്പെൻഡൻസ് ആയിരിക്കും. ഇത്രയുമാണ് ഫോമിംഗ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഇനി അടുത്ത സ്റ്റേജാണ് സ്റ്റോമിംഗ് സ്റ്റേജ്. സെക്കൻഡ് സ്റ്റേജ്, ടീം മെമ്പേഴ്സ് സ്റ്റാർട്ട് ഗെറ്റിംഗ് ടു നോ ഈച്ച് അതർ ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദെയർ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി. സോ ഈ ഒരു സ്റ്റേജ് കുറച്ചുകൂടെ മുമ്പത്തെക്കാളും കുറച്ചുകൂടെ എന്ത് ചെയ്യും, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കുറച്ചുകൂടെ അറിയാൻ തുടങ്ങും. ഇനി അവർക്ക് ആ ഗ്രൂപ്പിൽ എന്താണ് റോള്, അല്ലെങ്കിൽ അവരുടെ റെസ്പോൺസിബിലിറ്റി എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ തിരിച്ചറിയാൻ തുടങ്ങുന്ന ഒരു സ്റ്റേജാണ് ഈ സ്റ്റോമിംഗ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഇനി അതുപോലെ അൺസർട്ടനിറ്റി, ആൻസൈറ്റി, റെസിസ്റ്റൻസ് ഫ്രം ടീം. സോ പല കാര്യങ്ങൾ വരും. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഒരു നാടകം നടക്കുമ്പോഴത്തേക്ക് അതിൽ ഓരോ കാര്യങ്ങളും ആദ്യത്തെ സ്റ്റേജിൽ സെറ്റ് ചെയ്യും. അപ്പം ഒരാളെ ഹീറോ ആക്കും, ഒരാളെ ഹീറോയിൻ ആക്കും. സോ അപ്പോൾ അങ്ങനെയുള്ള ഇത് വരുമ്പോഴത്തേക്ക്, ഈ ഒരു സ്റ്റേജിൽ വരുമ്പോഴത്തേക്ക് ഇവിടെ എന്ത് പറ്റും, പലർക്കും അത് വില്ലിങ് ആയിരിക്കത്തില്ല, ചിലർക്ക് അവരുടെ ക്യാരക്ടർ ഇഷ്ടപ്പെടത്തില്ല. അങ്ങനെ ഒരുപാട് കോൺഫ്ലിക്റ്റ് എറേസ് ചെയ്യുന്ന ഒരു സ്റ്റേജാണ് ഈ സ്റ്റോമിംഗ് സ്റ്റേജ് എന്ന് പറയുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്ക് ഒത്തുപോകാനുള്ള ഒരു ചെറിയൊരു സ്റ്റാർട്ടിങ് ട്രബിൾ എന്ന രീതിയിൽ ചെറിയൊരു കോൺഫ്ലിക്റ്റുകൾ എറേസ് ചെയ്യാനുള്ള ഒരു സ്റ്റേജാണ് ഈ സ്റ്റോമിംഗ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഒരു ആൻസൈറ്റി ഉണ്ടാവും, റെസിസ്റ്റൻസ് ഉണ്ടാവും. അയ്യോ ഞാനിത് ചെയ്താൽ ശരിയാവോ, അല്ലെങ്കിൽ എന്നെ കൊണ്ട് പറ്റുമോ, അല്ലെങ്കിൽ എനിക്കത് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള പല കാര്യങ്ങൾ ഈ ഒരു സ്റ്റേജിലാണ് വരുന്നത്. അതായത് സ്റ്റോമിംഗ് സ്റ്റേജിൽ. അതുപോലെ ടെർബുലൻസ്, ഡിസ്റപ്ഷൻ ആൻഡ് ഫ്രസ്ട്രേഷൻ ഇസ് അറ്റ് ഹയസ്റ്റ്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് എന്താണ്, ഒരുപാട് ഡിസ്റപ്ഷൻസ് വരും. ഗ്രൂപ്പിൻ്റെ ഇടയിൽ കോൺഫ്ലിക്റ്റുകളൊക്കെ വരുമ്പോഴത്തേക്ക് എന്താണ്, ഫ്രസ്ട്രേഷൻ വരും. അവർക്ക് പെട്ടെന്ന് ഫ്രസ്ട്രേറ്റഡ് ആവും. അപ്പോൾ ഈ ഫ്രസ്ട്രേഷനൊക്കെ ഏറ്റവും ഹയസ്റ്റ് ലെവലിൽ നിൽക്കുക എന്ന് പറയുന്നത് ഈ ഒരു സെക്കൻഡ് സ്റ്റേജിലാണ്. സോ സ്റ്റോമിംഗ് സ്റ്റേജിലാണ് ഹയസ്റ്റ് ഫ്രസ്ട്രേഷൻ, ഡിസ്റപ്ഷൻ, ടർബുലൻസ് ഇതൊക്കെ ഉണ്ടാകുന്നത്. ഇനി അതുപോലെ എ പീരീഡ് ഓഫ് ഹൈ ഇമോഷണാലിറ്റി ആൻഡ് ടെൻഷൻ എമംഗ് ഗ്രൂപ്പ് മെമ്പേഴ്സ്. ഏറ്റവും കൂടുതൽ ഇമോഷണാലിറ്റി ഉണ്ടാവുകയും അതുപോലെ ടെൻഷൻസ് വരികയും ചെയ്യുന്ന ഒരു സ്റ്റേജാണ് സ്റ്റോമിംഗ് സ്റ്റേജ് എന്ന് പറയുന്നത്. സോ ഇവിടെ എന്തുകൊണ്ടായിരിക്കും വരുന്നത്, അവർ തമ്മിലുള്ള ആ ഒരു ഇൻഡിവിജ്വൽ ഡിഫറൻസിൻ്റെ ബേസിസിലായിരിക്കും ഇങ്ങനെ ഒരു സംഭവങ്ങൾ വരുന്നത്. ഇനി ക്യാരക്ടറൈസ്ഡ് ബൈ ഇൻട്രാ ഗ്രൂപ്പ് കോൺഫ്ലിക്റ്റ്. സോ സ്റ്റോമിംഗ് സ്റ്റേജിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇൻട്രാ ഗ്രൂപ്പ്. ഇൻട്രാ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പിൻ്റെ അകത്തുള്ള വ്യക്തികൾ തമ്മിലുള്ള കോൺഫ്ലിക്റ്റ്, അല്ലാതെ ഒരു ഗ്രൂപ്പും മറ്റു ഗ്രൂപ്പുമുള്ള കോൺഫ്ലിക്റ്റ് അല്ല, അത് ഇൻ്റർ ഗ്രൂപ്പാണ്. സോ ഇൻട്രാ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പിൻ്റെ അകത്ത് തന്നെയുള്ള വ്യക്തികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കോൺഫ്ലിക്റ്റുകൾ, എൻ്റെ ക്യാരക്ടർ എനിക്കത് വേണ്ട, അല്ലെങ്കിൽ എനിക്കിത് വേണ്ട. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് എല്ലാം ഏതിലാണ്, ഈ ഒരു സ്റ്റോമിംഗ് സ്റ്റേജിലാണ്. സോ ഇൻട്രാ ഗ്രൂപ്പ് കോൺഫ്ലിക്റ്റ് അറൈസ് ചെയ്യുന്നത് സ്റ്റോമിംഗ് സ്റ്റേജിലാണ്. ഇനി മെമ്പേഴ്സ് കൺസേൺസ് എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത്. ഡീലിംഗ് വിത്ത് ദ ഔട്ട്സൈഡ് ഡിമാൻഡ്. സോ പുറമേ നിന്ന് വരുന്ന ഡിമാൻഡുകളൊക്കെ എന്ത് ചെയ്യണം, ഡീൽ ചെയ്യണം. പുറത്തു നിന്ന് ഓരോരുത്തരും പല അഭിപ്രായങ്ങൾ പറയല്ലേ, എന്തിനാ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത്. സോ അപ്പോൾ പുറമേ നിന്ന് ഈ ഗ്രൂപ്പിലോട്ട് വരുന്ന ഡിമാൻഡുകളൊക്കെ എന്ത് ചെയ്യണം, അതുമായിട്ട് ഡീൽ ചെയ്യേണ്ടി വരും. പിന്നെ അതുപോലെ ക്ലാരിഫൈയിങ് മെമ്പർഷിപ്പ് എക്സ്പെക്റ്റേഷൻ. ഇനി ഓരോരുത്തരും ഓരോ ഗ്രൂപ്പിലുള്ളവർ മറ്റുള്ളവർ എന്ത് ചെയ്യണമെന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടല്ലേ. സോ അപ്പോൾ അതൊക്കെ ക്ലാരിഫൈ ചെയ്യണം. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ. ഡീലിംഗ് വിത്ത് ഒബ്സ്റ്റക്കിൾസ് ടു ഗ്രൂപ്പ് ഗോൾസ്. പിന്നെ അതുപോലെ എന്ത് ചെയ്യണം, ഈ ഒരു ഈ ഗ്രൂപ്പ് ഫോം ചെയ്തിട്ട് ആ ഗ്രൂപ്പ് അച്ചീവ് ചെയ്യേണ്ട ഗോൾ എന്താണോ അതിന് തടസ്സമായിട്ട് നിൽക്കുന്ന എന്തൊക്കെയാണ്. സോ അതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യേണ്ട ഒരു സ്റ്റേജാണ് ഈ ഒരു സ്റ്റോമിംഗ് സ്റ്റേജ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതൊക്കെ ആ ഒബ്സ്റ്റക്കിൾസ്, തടസ്സമായിട്ട് ആ ഗോൾ അച്ചീവ് ചെയ്യാൻ തടസ്സമായിട്ട് നിൽക്കുന്നത് എന്തൊക്കെയാണെന്നുള്ള കാര്യം ഒക്കെ ഡീൽ ചെയ്യേണ്ട ഒരു സ്റ്റേജാണ് ഈ സ്റ്റോമിംഗ് സ്റ്റേജ് എന്ന് പറയുന്നത്. അണ്ടർസ്റ്റാൻഡിങ് മെമ്പേഴ്സ് ഇൻ്റർപേഴ്സണൽ സ്റ്റൈൽ. സോ ഈ ഒരു സ്റ്റേജിൽ അവരുടെ പേഴ്സണൽ സ്റ്റൈലുകൾ എന്നാൽ കുറച്ചുകൂടെ എല്ലാവരുമായിട്ട് എന്താവും, കോൺഫ്ലിക്റ്റുകളും വാക്ക് തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും എല്ലാം വരുമെങ്കിലും കുറേ കൂടെ അവരെ എന്ത് ചെയ്യാൻ പറ്റും, അടുത്തറിയാം, അവരുടെ സ്റ്റൈൽ എന്താണ്, അയാൾ എന്താണെന്നൊക്കെ കുറച്ചുകൂടെ അറിയാൻ പറ്റുന്ന ഒരു സ്റ്റേജാണ് സ്റ്റോമിംഗ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഇനി അടുത്ത സ്റ്റേജാണ്, തേർഡ് സ്റ്റേജാണ് നോമിംഗ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഷെയർ വിഷൻ, വാല്യൂസ്, ഗോൾസ് ആൻഡ് എക്സ്പെക്റ്റേഷൻ. സോ ഈ ഒരു സ്റ്റേജിൽ എത്തുമ്പോൾ ഒരുവിധം എന്താണ്, കോൺഫ്ലിക്റ്റുകളെല്ലാം ഒഴിവാക്കി ഹീറോ ആവുന്നതിൻ്റെ റീസൺ, ഇയാളെ ഹീറോ ആക്കുന്നത് ഇങ്ങനെ കൊണ്ടാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളെല്ലാം സെറ്റിൽ ചെയ്ത് ആ കോൺഫ്ലിക്റ്റ്, ആ തെറ്റിദ്ധാരണകളെല്ലാം മാറ്റി എന്താവാൻ തുടങ്ങും. അപ്പോൾ ആ ഒരു നമ്മുടെ
ആ നാടകം സക്സസ് ആവണം, അല്ലെങ്കിൽ ആ ഗോൾ അച്ചീവ് ചെയ്യണമെങ്കിൽ നമ്മളിങ്ങനെ ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങും, വിഷൻ അല്ലെങ്കിൽ വാല്യൂസൊക്കെ ഫോം ചെയ്യാൻ തുടങ്ങും, അല്ലെങ്കിൽ എക്സ്പെക്റ്റേഷൻ അതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാൻ തുടങ്ങും. ഇനി ക്യാരക്ടറൈസ്ഡ് ബൈ ഡെവലപ്മെൻറ്റ് ഓഫ് കൊഹസീവ്നെസ്. കൊഹസീവ്നെസ് എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്നുള്ള ആ ഒരു ബന്ധത്തിനെയാണ് പറയുന്നത്. ഗ്രൂപ്പ് മെമ്പേഴ്സ് തമ്മിലുള്ള ആ ഒരു അടുപ്പത്തിന് അല്ലെങ്കിൽ ബന്ധത്തിന് നമ്മൾ കൊഹസീവ്നെസ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഈ ഒരു കൊഹസീവ്നെസ് വരുന്നത് ഈ നോമിങ് സ്റ്റേജിലാണ്. സോ അത് ഓർത്ത് വെച്ചിരിക്കുക. ഡെവലപ്മെൻറ്റ് ഓഫ് കൊഹസീവ്നെസ്, ഗ്രൂപ്പ് മെമ്പേഴ്സ് തമ്മിലുള്ള ആ ഒരു അടുപ്പത്തിനെ പറയുന്നതാണ് കൊഹസീവ്നെസ്. സോ അത് ഡെവലപ്പ് ചെയ്യുന്ന സ്റ്റേജാണ് നോമിങ് സ്റ്റേജ് എന്ന് പറയുന്നത്. Team members have a sound understanding of the roles and responsibility and they begin to work together and adjust the habits and behavior. സോ ഈ ഒരു സ്റ്റേജിൽ എത്തുമ്പോഴത്തേക്ക് അവർക്ക് എന്ത് ചെയ്യും, അവരുടെ റോൾ എന്താണ്, അല്ലെങ്കിൽ അവർ ഏത് റോളാണ് വേണ്ടത്, അതെന്തുകൊണ്ടാണ് അവർക്കത് കൊടുത്തത് എന്നുള്ള കാര്യങ്ങളെല്ലാം അവരെന്ത് ചെയ്യാൻ തുടങ്ങും, തിരിച്ചറിയാൻ തുടങ്ങി. സോ അതെല്ലാം അത് തിരിച്ചറിഞ്ഞ് അവരെല്ലാം എന്ത് ചെയ്യാൻ തുടങ്ങും, ഒന്നിച്ച് വർക്ക് ചെയ്യാൻ തുടങ്ങുന്നു. എന്നിട്ട് അഡ്ജസ്റ്റ് ഹാബിറ്റ് ആൻഡ് ബാക്കിയുള്ളവരുടെ ഹാബിറ്റ് അല്ലെങ്കിൽ ബിഹേവിയറുമായിട്ട് ഇവർ കുറച്ചുകൂടെ അഡ്ജസ്റ്റ് ചെയ്യാൻ തുടങ്ങുന്നു. സോ മറ്റുള്ളവരുമായിട്ട് ഒന്നിച്ച് ചേർന്ന് നല്ല രീതിയിൽ പെരുമാറാനുള്ള ഒരു ഇത് തുടങ്ങും. സോ അതിനെയാണ് നമ്മൾ കൊഹസീവ്നെസ് എന്ന് പറയുന്നത്. അഡ്ജസ്റ്റ് ചെയ്ത് അവരുടെ ബിഹേവിയറുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഒന്നിച്ച് നിൽക്കാനുള്ള ആ ഒരു ബോണ്ട്, അതിനെയാണ് കൊഹസീവ്നെസ് എന്ന് പറയുന്നത്. സോ അത് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഇനി ഇൻഫർമേഷൻ എക്സ്ചേഞ്ച് ഇമോഷണൽ സപ്പോർട്ട് എമംഗ് ടീം മെമ്പേഴ്സ് കൊഹസീവ്നെസ്. സോ അവർ ഇൻഫർമേഷൻസ് എക്സ്ചേഞ്ച് ചെയ്യുന്നത്, അതുപോലെ ഇമോഷണലി സപ്പോർട്ട്, ഒരാൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് അവരെന്ത് ചെയ്യാൻ തുടങ്ങും, ഇമോഷണലി അവർ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ടീം മെമ്പേഴ്സ് തമ്മിൽ ഒരു ഇൻഫർമേഷൻ എക്സ്ചേഞ്ചും ഇമോഷണൽ സപ്പോർട്ട്സും ഒക്കെ കൊടുക്കുന്നുണ്ട്. സോ ഇത് അവരുടെ കൊഹസീവ്നെസ് കൂട്ടാൻ കാരണമാകും. A point at which group really begins to come together as a coordinated unit. സോ ഈ ഒരു സ്റ്റേജ്, നോമിങ് സ്റ്റേജിലാണ് ഇവിടെ ഒരു കോർഡിനേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ളൊരു യൂണിറ്റ് ആയിട്ട് മാറുന്നത്. സോ ഈ ഒരു സ്റ്റേജ് ഉദാഹരണം പറഞ്ഞാൽ അവർ എന്ത് ചെയ്യാൻ തുടങ്ങി, എന്തൊക്കെ റോളാണ് ചെയ്യുന്നത്, അവരെന്തുകൊണ്ട് അത് ചെയ്യുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യാൻ തുടങ്ങും, കോർഡിനേറ്റ് ചെയ്യാൻ തുടങ്ങും. സോ ഇത്ര ദിവസം കൊണ്ട് നമുക്ക് ഈ ഒരു കഥ ഫിനിഷ് ചെയ്യണം. സോ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യും, കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റേജാണ് ഈ നോമിങ് സ്റ്റേജ് എന്ന് പറയുന്നത്. സോ അപ്പോൾ കോർഡിനേറ്റഡ് യൂണിറ്റായിട്ട് ഒന്നിച്ച് നിൽക്കാൻ തുടങ്ങുന്ന സ്റ്റേജാണ് ഏത്, നോമിങ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഇനി മെമ്പേഴ്സ് കൺസേൺ, ഈ ഗ്രൂപ്പിലെ മെമ്പേഴ്സ് കൺസേൺ ഹോൾഡിംഗ് ഗ്രൂപ്പ് ടുഗദർ, അവർക്ക് എന്താണ്, ഒന്നിച്ച് ആ കൊഹസീവ്നെസ് നിലനിർത്തണം, ഒന്നിച്ച് നിർത്തണം. സോ ഡീലിംഗ് വിത്ത് ഡൈവേർജൻറ്റ് വ്യൂസ് ആൻഡ് ക്രിറ്റിസിസം, പലരും പല രീതിയിൽ വിഭജന ചിന്തകളായിരിക്കും, അതുപോലെ പലയിടത്തുനിന്നും പല ക്രിറ്റിസിസംസും വരാം. സോ ഇതെല്ലാം എന്ത് ചെയ്യണം, ഡീൽ ചെയ്യണം. പിന്നെ അതുപോലെ ഡീലിംഗ് വിത്ത് പ്രിമച്വർ സെൻസ് ഓഫ് അക്കംപ്ലിഷ്മെൻറ്റ്. സോ ജയിക്കുന്നതിന് മുമ്പായിട്ട് ഉള്ള പ്രിമച്വറായിട്ടുള്ള സെൻസ് ഡെവലപ്പ് ചെയ്യണം. ഒന്നുകിൽ അവർക്ക് സക്സസ് ആവാം, അല്ലെങ്കിൽ ഫെയിലിയർ ആവാം. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവർ ഓൾറെഡി എന്ത് ചെയ്ത് വെച്ചിരിക്കണം. അതൊക്കെ ആയിട്ട് തോറ്റാലും ജയിച്ചാലും അത് ചെയ്യണം എന്നുള്ളൊരു ഗോൾ, അല്ലെങ്കിൽ അതുമായിട്ട് ഇതുമായിട്ട് ഡീല് ചെയ്യാൻ തുടങ്ങണം. ഇത്രയുമാണ് നോമിങ് സ്റ്റേജ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് പെർഫോമിംഗ് എന്ന് പറയുന്നത്, ഫോർത്ത് സ്റ്റേജ്. ടീം ക്യാൻ സ്റ്റാർട്ട് വർക്കിംഗ് വിത്ത് ലെസ് സൂപ്പർവിഷൻ. സോ ഈ ഒരു സ്റ്റേജിൽ വെച്ച് എന്ത് വേണ്ട, ഒരു ലീഡറിൻ്റെ കൺട്രോളിൽ മാത്രമായിരിക്കത്തില്ല എന്ത് നടക്കുന്നത്, ഈ ഗ്രൂപ്പ് ഡെവലപ്മെൻറ്റിന് ആവശ്യമായ കാര്യങ്ങൾ നടക്കുന്നത്. സൂപ്പർവിഷൻ്റെ ആവശ്യം കുറവാണ്. അവർക്ക് തന്നെ എന്ത് തോന്നും, ഇത് എൻ്റെയും കൂടെ ആവശ്യമാണെന്നുള്ളൊരു തോന്നൽ അവിടെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ സൂപ്പർവിഷൻ്റെ ആവശ്യം വരത്തില്ല. sustainment of task achieved, roles are specific, goals are clearer and results are noted. So ഈ പെർഫോമിംഗ് സ്റ്റേജിലാണ് നമ്മൾ എന്ത് ടാസ്ക്കാണോ നമുക്ക് ചെയ്യേണ്ടത് അത് പെർഫോം ചെയ്യുന്നത്, ആ ടാസ്ക് അച്ചീവ് ചെയ്യുന്നതാണ് ഈ പെർഫോമിംഗ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഇവിടെ റോൾസ് എന്തായിരിക്കും, നമ്മുടെ റോൾസ് എന്താണ്, അതുപോലെ ഓരോ റോളിനും എന്താണ് സ്പെസിഫിക് റോൾസ് ഉണ്ട്, അതെല്ലാം ക്ലിയർ ആയിരിക്കും. അതുപോലെ അതിലൂടെ കിട്ടുന്ന റിസൾട്ടും എന്ത് ചെയ്യപ്പെടും, നോട്ട് ചെയ്യും. സോ നാടകം എന്ത് ചെയ്യുന്നു, ഓരോരുത്തരും അവരുടെ റോൾ എന്താണെന്നൊക്കെ അറിഞ്ഞ് അത് കളിക്കാൻ തുടങ്ങുന്നു, അത് പെർഫോം ചെയ്യുന്നു. അപ്പോൾ അവിടുത്തെ റിസൾട്ട് എന്ത് ചെയ്യും, സക്സസ് ആണോ ഫെയിലിയർ ആണോ എന്നൊക്കെയുള്ള കാര്യം ഇവിടെ എന്ത് ചെയ്യും, നോട്ട് ചെയ്യും. സോ ആ ഒരു സ്റ്റേജാണ് പെർഫോമിംഗ് എന്ന് പറയുന്നത്. ഇവിടെ എന്താണ്, അവിടെ ഫങ്ഷനാണ് കൂടുതൽ കൊടുക്കുന്നത്, ക്യാരക്ടറൈസ്ഡ് ബൈ ഫങ്ഷണൽ റോൾ റിലേറ്റഡ്നെസ്. സോ ഇവിടെ അവരുടെ റോൾ എന്താണോ അതിൻ്റെ ഫങ്ഷനിങ് നടക്കുന്ന സ്റ്റേജാണ് പെർഫോമിംഗ് സ്റ്റേജ്. സോ ആ നാടകം അവിടെ ചെയ്യുക എന്നുള്ളതാണ് ആ ഗ്രൂപ്പിൻ്റെ ഫങ്ഷൻ. സോ ആ ഫങ്ഷൻ ചെയ്യുന്ന ആ ഒരു സ്റ്റേജിനെയാണ് നമ്മൾ പെർഫോമിംഗ് സ്റ്റേജ് എന്ന് പറയുന്നത്.
characterized by functional role relatedness, marks the emergence of mature, organized, well functioning group. സോ ഈ ഒരു സ്റ്റേജിൽ എന്ന് പറയുന്നത് മെച്യൂർ ആയിട്ടുള്ള ഹൈലി ഓർഗനൈസ്ഡ് ആയിട്ടുള്ളൊരു ഫങ്ഷനിങ് ഗ്രൂപ്പായിട്ട് ഈ ഒരു ഗ്രൂപ്പ് മാറും. Members deals with complex clashes and handle internal disagreement in creative. സോ ഇതിലെന്തെങ്കിലും ക്ലാഷോ അല്ലെങ്കിൽ പുറത്തുനിന്ന് ഇൻറ്റേർണലി തന്നെ എന്തെങ്കിലും ഡിസഗ്രിമെൻ്റ് ഉണ്ടെങ്കിൽ പോലും ഇവർ തമ്മിൽ ഈ പെർഫോമിംഗ് സ്റ്റേജിൽ അതിനെ ക്രിയേറ്റീവായിട്ടുള്ള രീതിയിൽ അതിനെ മാറ്റും. പ്രൈമറി ചലഞ്ചസ് ടു കണ്ടിന്യൂ ടു ഇംപ്രൂവ് റിലേഷൻഷിപ്സ് ആൻഡ് പെർഫോമൻസ്. സോ പ്രൈമറി ചാലഞ്ച് എന്ന് പറയുന്നത് എന്താണ്? അവരെ റിലേഷൻഷിപ്സും അതുപോലെ തന്നെ എന്ത് വേണം, ആ പെർഫോമൻസും ഇമ്പ്രൂവ് ചെയ്യണം, അല്ലെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്ത് ആ ഒരു സക്സസ്സിലോട്ട് എത്തണം. സോ ഇത്രയുമാണ് ഈ പെർഫോമിംഗ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഇവിടെയാണ് ഫങ്ഷൻ ഫങ്ഷൻ നമ്മുടെ റോൾ എന്താണോ ആ ഫങ്ഷൻ നടക്കുന്ന സ്റ്റേജാണ് പെർഫോമിംഗ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് അഡ്ജേണിങ്. സോ നമ്മുടെ ടാസ്ക് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് അല്ലെങ്കിൽ ആ പ്രോജക്റ്റ് എന്ത് ചെയ്യും, കംപ്ലീറ്റഡ് ആവുന്നു. പ്രോജക്റ്റ് കംപ്ലീറ്റഡ് ആകുക എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ സക്സസ് ആവാം, ചിലപ്പോൾ അതെന്താവാം, ഫെയിലും ആവാം. സോ പ്രോജക്റ്റ് ഈസ് കംപ്ലീറ്റഡ്, ദ ടീം ഡിസ്ബാൻഡ് എന്ത് ചെയ്യും, ഡിസ്ബാൻഡ് ചെയ്ത് പോകുന്നു. പിന്നെ ഇനി ആ ഗ്രൂപ്പ് കൊണ്ട് എന്തില്ല, ആ ഗ്രൂപ്പ് വേണമെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം, വേണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഡിസ്ബാൻഡ് ചെയ്ത് പോകാം. അപ്പോൾ കംപ്ലീറ്റ് ആവുന്ന, സോ അതാണ് പ്രോജക്റ്റ് കംപ്ലീറ്റ് അല്ലെങ്കിൽ ടാസ്ക് കംപ്ലീറ്റ് ആവുന്ന സ്റ്റേജിനെയാണ് നമ്മൾ അഡ്ജേണിങ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഗ്രൂപ്പ് ടെർമിനേറ്റ് ബിക്കോസ് ദ ടാസ്ക് ഹാസ് ബീൻ അച്ചീവ്ഡ് ഓർ വെൻ ദ മെമ്പർ ഹാവ് ലെഫ്റ്റ് ഡ്യൂ ടു ഫെയിലിയർ ഓർ ലോസ് ഓഫ് ഇൻട്രസ്റ്റ്. ഗ്രൂപ്പ് എന്ത് ചെയ്യാം, ഇവിടെ വെച്ച് നമുക്ക് ടെർമിനേറ്റ് ചെയ്യാം. ചിലപ്പോൾ എന്ത് ചെയ്യാം, ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ടാസ്ക് അച്ചീവ് ചെയ്ത് കാണും, ചിലപ്പം അത് ഫെയിലിയറായി കാണും, ചിലപ്പം അതിലുള്ള ഇൻട്രസ്റ്റ് പോയി അതിൽ നിന്ന് പിന്മാറിയിട്ടുണ്ടാവാം. ഈ ഒരു സ്റ്റേജിനെയാണ് നമ്മൾ അഡ്ജേണിങ് സ്റ്റേജ് എന്ന് പറയുന്നത്. സോ ഇത്രയുമാണ് 5 സ്റ്റേജസ് ഓഫ് ഗ്രൂപ്പ് ഡെവലപ്മെൻറ്റ് ബൈ ഈ ബ്രൂസ് ടക്മാൻ്റെ ആണ് നമ്മൾ പറഞ്ഞ ഈ 5 സ്റ്റേജസിൻ്റെ ഫോമിങ്, സ്റ്റോമിങ്, നോമിങ്, പെർഫോമിങ് ആൻഡ് അഡ്ജേണിങ്. അത് ബ്രൂസ് ടക്മാനാണ്. അദ്ദേഹമാണ് ആദ്യമായിട്ട് ഈ ഒരു ഗ്രൂപ്പ് ഡെവലപ്മെൻറ്റിന് ആദ്യമായിട്ട് ഒരു മോഡൽ അല്ലെങ്കിൽ സ്റ്റേജസ് ഓഫ് ഗ്രൂപ്പ് ഡെവലപ്മെൻറ്റ് ആദ്യമായിട്ട് പ്രൊപ്പോസ് ചെയ്തത്. ദ മോഡൽ ഓഫ് ഗ്രൂപ്പ് ഡെവലപ്മെൻറ്റ് വാസ് ഫസ്റ്റ് പ്രൊപ്പോസ്ഡ് ബൈ ബ്രൂസ് ടക്മാൻ 1965. സോ ഇദ്ദേഹമാണ് ഇത് ഡെവലപ്പ് ചെയ്തത്. ഹി മെയിൻറ്റെയിൻ ദാറ്റ് ദിസ് ഫേസ് ആർ ഓൾ നെസസറി ഇൻ ഓർഡർ. സോ ഈ ഇത്രയും ഫേസസ്, ഒരു ഗ്രൂപ്പ് ഡെവലപ്മെൻറ്റ് ഇത്രയും ഫേസസ് അത്യാവശ്യമാണെന്ന് അദ്ദേഹം പറയുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എന്തിനാണ്, ഫോർ ഗ്രോത്ത്. സോ ഗ്രോത്തിന്, നമ്മുടെ വളർച്ചയ്ക്ക് അല്ലെങ്കിൽ ഗ്രൂപ്പിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമാണ്. ടു ഫേസ് അപ്പ് ടു ചലഞ്ചസ്, എന്താണ് നമുക്ക് വരുന്ന ചലഞ്ചുകൾ ഫേസ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നു. ടു ടാക്കിൾ പ്രോബ്ലംസ്, എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ അത് സോൾവ് ചെയ്യാൻ സഹായിക്കുന്നു. ടു ഫൈൻഡ് സൊല്യൂഷൻസ് കണ്ടുപിടിക്കാൻ. ടു പ്ലാൻ വർക്ക്, ഒരു കാര്യം നല്ല രീതിയിൽ പ്ലാൻ ചെയ്യാൻ പഠിപ്പിക്കുന്നു. ടു ഡെലിവർ റിസൾട്ട്, എന്താണോ റിസൾട്ട് കിട്ടുന്നത്, പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഡെലിവറി ചെയ്യാനുള്ള ആ ഒരു കരുത്ത് കിട്ടും. സോ ഇതാണ് 5 സ്റ്റേജസ് ഓഫ് ഗ്രൂപ്പ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി ഇദ്ദേഹത്തിൻ്റെ മാത്രമല്ല ഗ്രൂപ്പ് ഡെവലപ്മെൻറ്റ് സ്റ്റേജസ് ഉള്ളത്. ഇനി ഒരുപാട് വ്യക്തികൾ ഈ പല രീതിയിൽ ഗ്രൂപ്പ് ഡെവലപ്മെൻറ്റിൻ്റെ സ്റ്റേജസ് പറയുന്നുണ്ട്. അത് ഓരോന്നും ഡിഫറെൻ്റ് ആണ്. ഇതിൽ ടക്മാനാണ് നമുക്ക് BSc കൂടുതൽ, BSc സോഷ്യൽ വർക്കിലുള്ളത് ടക്മാൻ്റെതാണ്. പക്ഷെ ബാക്കിയുള്ളവരത് ജസ്റ്റ് അത് എങ്ങനെയാണ് അവർ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് എന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഫസ്റ്റ് വൺ ബെയിൽസിൻ്റെയാണ്. ബെയിൽസിൻ്റെ ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് സ്റ്റേജസ് എന്ന് പറയുന്നത് ഓറിയൻറ്റേഷൻ, ഇവാലുവേഷൻ ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. സോ ഈ 3 രീതിയിലാണ് സ്റ്റേജസിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ബെയിൽസ്, ടക്മാൻ നമ്മൾ പറഞ്ഞു, സോ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. ഇനി ക്ലൈൻ്റത് ഓറിയൻറ്റേഷൻ, റെസിസ്റ്റൻറ്റ്, നെഗോസിയേഷൻ, ഇൻറ്റിമസി, ടെർമിനേഷൻ. സോ ഈ രീതിയിലാണ് അദ്ദേഹം ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അടുത്ത ട്രക്കർ, ബിഗിനിങ്, എമർജൻസ് ഓഫ് ഗ്രൂപ്പ് ഫീലിംഗ്, ഡെവലപ്മെൻറ്റ് ഓഫ് ബോണ്ട്, സ്ട്രോങ് അപ്പ്, ഡിക്ലൈൻ ഇൻ ഗ്രൂപ്പ് ഫീലിംഗ്, എൻഡിങ്. സോ അടുത്തത് ഗർലാൻഡ്, ജോൺസ് ആൻഡ് കൊളോണ്ടിലിയാണ്. സോ പ്രീ അഫിലിയേഷൻ, ഫസ്റ്റ് സ്റ്റേജ് ആയിട്ട് പറയുന്നത് പ്രീ അഫിലിയേഷൻ, പവർ ആൻഡ് കൺട്രോൾ, ഇൻറ്റിമസി, ഡിഫറൻസിയേഷൻ, സെപ്പറേഷൻ. ഇനി അടുത്ത നോർത്തേൺ ആൻഡ് കെർലാൻഡിലാണ് 2001. ഇൻക്ലൂഷൻ, ഓറിയൻറ്റേഷൻ അല്ലെങ്കിൽ അൺസർട്ടനിറ്റി, എക്സ്പ്ലോറേഷൻ, മ്യൂച്വാലിറ്റി ആൻഡ് ഗോൾ അച്ചീവ്മെൻറ്റ്, സെപ്പറേഷൻ, ടെർമിനേഷൻ. സോ ഇതിൽ ആദ്യത്തെ 3 ആ ഒരു പേരുകൾ ആരാണ് പ്രപ്പോസ് ചെയ്തതെന്ന് ഓർത്ത് വെച്ചിരിക്കുക.
സോ അടുത്ത നമ്മൾ സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് അല്ലെങ്കിൽ വർക്കിംഗ് വിത്ത് ഗ്രൂപ്പ്സ്, ഒരു ഗ്രൂപ്പിൽ വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഗ്രൂപ്പ് സ്ട്രക്ചർ എന്തൊക്കെ അടങ്ങിയിട്ടുള്ളതാണ് എന്നുള്ള ആണ് നമ്മൾ നോക്കുന്നത്. അതായത് എന്തൊക്കെ ആസ്പെക്ട്സ് ചേരുന്നതാണ് ഒരു ഗ്രൂപ്പ് സ്ട്രക്ചർ എന്നാണ് നോക്കുന്നത്. അതിലെന്തൊക്കെയാണ് നോംസ്, റോൾസ്, സ്റ്റാറ്റസ്, കൊഹഷൻ, ട്രാൻസാക്ഷണൽ അനാലിസിസ്, സപ്പോർട്ട്. സോ ഇത്രയും ചേരുന്നതാണ് ഒരു ഗ്രൂപ്പ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതായത് ഓരോന്നും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ. ഗ്രൂപ്പ് നോംസ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ബിലീഫ്സ്, ഫീലിംഗ്സ് ആൻഡ് ആറ്റിറ്റ്യൂഡ് കോമൺലി ഷെയർഡ് ബൈ group members. There are also referred to as rules or standards of behavior that apply to group members. Norms serve three functions, namely predictive, റിലേഷണൽ ആൻഡ് കൺട്രോൾ. സോ ഗ്രൂപ്പ് നോംസ് എന്ന് പറയുന്നത് ഇതൊരു ബിലീഫ് അല്ലെങ്കിൽ ഫീലിംഗ് ആണ്, അല്ലെങ്കിൽ ഒരു ആറ്റിറ്റ്യൂഡാണ്. ഒരു ഗ്രൂപ്പിലുള്ള എല്ലാ ഗ്രൂപ്പ് മെമ്പേഴ്സും ഒരേപോലെ ഷെയർ ചെയ്യുന്ന ബിലീഫ് അല്ലെങ്കിൽ ഫീലിംഗ് അല്ലെങ്കിൽ ആ ആറ്റിറ്റ്യൂഡിനെയാണ് നമ്മൾ ആ ഗ്രൂപ്പിൻ്റെ നോംസ് എന്ന് പറയുന്നത്. സോ ഉദാഹരണം പറയണമെങ്കിൽ നമുക്കറിയാം പൊളിറ്റിക്കൽ പാർട്ടീസ് എന്ന് പറയുന്നത് അവർക്കൊരു ഗ്രൂപ്പ് നോംസ് ഉണ്ടല്ലേ. സോ അവരുടെ ആ ഒരു പാർട്ടിയുടെ നോംസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവർ കോമൺ ആയിട്ട് ബിലീഫ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. പാർട്ടിയുടെ കുറേ തത്വങ്ങളുണ്ട്, അല്ലെങ്കിൽ പാർട്ടി ഇങ്ങനെയാണ്, അല്ലെങ്കിൽ പാർട്ടിയുടെ ആറ്റിറ്റ്യൂഡ് ഇങ്ങനെയാണ്. സോ അപ്പം എന്താണ്, ദേ ആർ ഓൾസോ റെഫർ ടു എസ് റൂൾസ് ഓർ സ്റ്റാൻഡേർഡ്സ് ഓഫ് ബിഹേവിയർ ദാറ്റ് അപ്ലൈ ടു ഗ്രൂപ്പ് മെമ്പേഴ്സ്. അതുപോലെ ആ പൊളിറ്റിക്കൽ ഗ്രൂപ്പ് കാരണം ആ ഗ്രൂപ്പ് മെമ്പേഴ്സിനെല്ലാം ആ റൂൾസ് അല്ലെങ്കിൽ ആ ബിഹേവിയർ എന്താണ്, എല്ലാവർക്കും അത് ബാധകമായിട്ടുള്ള കാര്യമാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ പാർട്ടിക്കാർ എന്ത് ചെയ്യാറുണ്ട്, അവർക്കെല്ലാം ഏകദേശം എല്ലാവരും എന്ത് ചെയ്യാം, ഒരു സിസ്റ്റം എന്തെങ്കിലും ഒരു നോംസ് കൊണ്ടുവരും. അല്ലെങ്കിൽ നമുക്ക് വൈറ്റ് കതറിട്ട് നടക്കുക. സോ അത് ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെ ഒരു നോമാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു ബിഹേവിയറാണ്. സോ അത് എല്ലാ ഗ്രൂപ്പ് മെമ്പേഴ്സിനും എന്ത് ചെയ്യും, അപ്ലൈ ചെയ്യും. സോ അതിനാണ് നമ്മൾ ഗ്രൂപ്പ് നോംസ് എന്ന് പറയുന്നത്. നോംസ് സെർവ് ത്രീ, പിന്നെ ഇതിൽ 3 ഫങ്ഷൻസ്. അത് എല്ലാ ഗ്രൂപ്പിലും കാണും. ഓരോ ഗ്രൂപ്പുകൾ എടുത്തു നോക്കിയാലും അതിന് ഓരോ ബിലീഫ് കാണും. അത് പല രീതിയിലുള്ള ഗ്രൂപ്പുകളിൽ ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള നോംസ് അല്ലെങ്കിൽ ബിലീഫ് അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ് കാണും. ഇനി ഇത് 3 ഫങ്ഷൻസ് ഉണ്ട്. പ്രഡിക്റ്റീവ് ആയിരിക്കും. ഏത് ഗ്രൂപ്പാണോ ആ ഗ്രൂപ്പിൽ എന്ത് ചെയ്യാൻ പറ്റും, ആ ഗ്രൂപ്പിലുള്ളവരുടെ ക്യാരക്ടർ അല്ലെങ്കിൽ ഇത് കുറച്ചുകൂടെ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള ഈ ഒരു ഗ്രൂപ്പിലുള്ള ആൾക്കാർ ഇങ്ങനെ ആയിരിക്കും, അത് എടുത്ത് നമ്മൾ പറയത്തില്ല. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ജനറലൈസ് ചെയ്യാറുണ്ട്. സോ അതുകൊണ്ട് തന്നെ അത് പ്രഡിക്റ്റീവാണ്. ബേസിസ് ഫോർ അണ്ടർസ്റ്റാൻഡിങ് ദ ബിഹേവിയർ ഓഫ് അതേഴ്സ്. ഇനി റിലേഷനിലായിരിക്കും. സം നോംസ് ഡിഫൈൻ റിലേഷൻഷിപ്സ്. സോ നമുക്ക് അങ്ങോട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും പല കാര്യങ്ങൾ, അല്ലെങ്കിൽ ചില നോംസ് എന്ന് പറയുന്നത് റിലേഷൻഷിപ്പ് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും. നമ്മുടെ ഗ്രൂപ്പിൻ്റെ ഫങ്ഷൻ ആയിരിക്കും നമ്മുടെ വ്യക്തികളുടെ റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ അവരെന്തുകൊണ്ട് അതിൽ വന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നതാണ് സോ ഗ്രൂപ്പ് നോംസിൽ. ഇനി അതുപോലെ ഒരു കൺട്രോൾ കാണും. റെഗുലേറ്റ് ദ ബിഹേവിയർ ഓഫ് അതേഴ്സ്. ആ ഗ്രൂപ്പിലുള്ളവർ മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഒരു ഗ്രൂപ്പിൽ പെടുന്നവർ മറ്റുള്ളവരെ എന്ത് ചെയ്യും, നമുക്ക് അടുപ്പമുള്ളവരുമായിട്ട് അവരെ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങും, അക്യൂർ ചെയ്ത് നമുക്ക് ഇഷ്ടപ്പെടുന്ന കാര്യം നമ്മൾ അക്യൂർ ചെയ്യാൻ തുടങ്ങില്ല. സോ അതുപോലെ ഒരു കൺട്രോള് വരും. ഇനി ഗ്രൂപ്പ് നോംസ് ക്യാരക്ടറിസ്റ്റിക്സ്, നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഒന്നുകൂടെ പറയുന്ന റെപ്രസെൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗ്രൂപ്പ്. സോ നോംസ് എന്ന് പറയുന്നത് ഗ്രൂപ്പിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി ബേസിസ് ഫോർ പ്രെഡിക്റ്റിംഗ് ആൻഡ് കൺട്രോളിങ് ബിഹേവിയർ ഓഫ് അതേഴ്സ് റിലേറ്റഡ് ടു ബിഹേവിയർ കൺസിഡർഡ് ഇമ്പോർട്ടൻറ്റ് ഫോർ ദെയർ ഗ്രൂപ്പ്. സോ ഈ ഗ്രൂപ്പിന് ആവശ്യമായിട്ട് അല്ലെങ്കിൽ ഗ്രൂപ്പിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബിഹേവിയർ ആയിരിക്കും അവിടെ കൺസിഡർ ചെയ്യുന്നത്. ഇനി അടുത്ത ഗ്രൂപ്പിലൊരു റോളുണ്ട്, ഗ്രൂപ്പ് റോളാണ്. ഇനി വേരിയസ് റോൾ പ്ലേഡ് ബൈ ഗ്രൂപ്പ് മെമ്പേഴ്സ്. ഈ ഒരു ഗ്രൂപ്പിലെന്ന് പറയുന്നത് പല തരത്തിലുള്ള ആൾക്കാർ കാണുമല്ലേ. സോ അപ്പോൾ അത് ഓരോരുത്തർക്കും എന്താണ്, ഓരോ റോൾസ് ആയിരിക്കും പറയുന്നത്. ഇനി ഈ റോൾസ് തന്നെ 2 എലമെൻറ്റ്സ് ഉണ്ട്. അവരുടെ റോൾ ഐഡൻറ്റിറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് 2 എലമെൻറ്റ്സ് ആണുള്ളത്. സോ അത് റോൾ പെർസെപ്ഷൻ എന്ന് പറയും, റോൾ എക്സ്പെക്റ്റേഷൻ എന്ന് പറയും. അതിൽ റോൾ പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ ആൻ ഇൻഡിവിജ്വൽ ഈസ് എക്സ്പെക്റ്റഡ് ടു ബിഹേവ് അക്കോർഡിംഗ് ടു ഹിസ് ഓൺ പെർസെപ്ഷൻ ഇൻ ഗ്രൂപ്പ്. സോ ഒരു സ്വന്തമായിട്ട് നമുക്കുള്ള ഈ ഗ്രൂപ്പിൽ ഞാൻ ഇങ്ങനെ പെരുമാറണം. നമ്മൾ എന്താണോ ആ ഗ്രൂപ്പിനെ കുറിച്ച് പെർസീവ് ചെയ്യുന്നത്, നമ്മൾ എന്താണോ അത് ഈ ഗ്രൂപ്പ് ഇങ്ങനെയാണ്, ഇവിടെ ഇങ്ങനെയാണ് എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ തന്നെ എന്ത് ചെയ്യാൻ തുടങ്ങും, ആ ഗ്രൂപ്പിൻ്റെ രീതിയിൽ പെരുമാറാൻ തുടങ്ങും. അതിനെയാണ് നമ്മൾ റോൾ പെർസെപ്ഷൻ എന്ന് പറയുന്നത്. ഇനി റോൾ എക്സ്പെക്റ്റേഷൻസ്, ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ഹൗ അതേഴ്സ് ബിലീവ് വൺ ഷുഡ് ബിഹേവ് ഇൻ എ ഗിവൺ സിറ്റുവേഷൻ. സോ ഇവിടെ എക്സ്പെക്റ്റേഷനാണ്, മറ്റുള്ളവർ എന്ത് ചെയ്യും, ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഈ ഗ്രൂപ്പിലുള്ള ആൾ ഇങ്ങനെ തന്നെ പെരുമാറണം,
എന്ന രീതിയിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നതിന് നമുക്ക് റോൾ എക്സ്പെക്റ്റേഷൻ എന്ന് പറയാം. ഇനി അടുത്ത ദർ ആർ 2 kinds ഓഫ് റോൾസ് പ്രസൻറ്റ് ഇൻ ഗ്രൂപ്പ്. ഇനി 2 തരത്തിലുള്ള റോൾസ് ഒരു ഗ്രൂപ്പിൽ കാണും. അതെന്ന് പറയുന്നത് ഫസ്റ്റ് എന്ന് പറയുന്നത് അസൈൻഡ് റോൾസും സെക്കൻഡ് ഇസ് എമർജൻറ്റ് റോൾസും ആണ്. അസൈൻഡ് റോൾസ് എന്ന് പറയുന്നത് നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുക. ഒരു ഗ്രൂപ്പിൽ ഇയാൾ ചെയർപേഴ്സൺ, ഇങ്ങനെ സെക്രട്ടറി കാണും, മാനേജർ കാണും, അല്ലെങ്കിൽ ട്രഷറർ കാണും, സ്കൂളിലാണെങ്കിൽ പ്രിൻസിപ്പൾ കാണും, ടീച്ചേഴ്സ് കാണും, നോൺ ടീച്ചിങ് സ്റ്റാഫുകൾ, അങ്ങനെ ഓരോ ഗ്രൂപ്പിനും നമ്മൾ എന്ത് ചെയ്യും, ഓരോ റോൾസ് അസൈൻ ചെയ്ത് കൊടുക്കുന്നു. സോ അതിന് നമ്മൾ അസൈൻഡ് റോൾസ് എന്ന് പറയും. സെക്കൻഡ് വൺ ഈസ് എമർജൻറ്റ് റോൾസ് ആൻഡ് എറൈസ് ആസ് എ റിസൾട്ട് ഓഫ് ഗ്രൂപ്പ് സോഷ്യൽ ഓർ ഇമോഷണൽ needs. They include confident, group clown, gossip, mentor or scapegoat. ഇതെന്ന് പറയുന്നത് എമർജൻറ്റ് റോൾസ്. ആ വ്യക്തി ആ ഗ്രൂപ്പിൽ ചെയ്യുന്ന സോഷ്യലി ചെയ്യുന്ന അല്ലെങ്കിൽ അയാളുടെ ഇമോഷനെ ബേസ് ചെയ്തിട്ട് നമ്മൾ കൊടുക്കുന്നതാണ്. ചില ആൾക്കാർ അല്ലെങ്കിൽ ലീഡേഴ്സ് അല്ലെങ്കിൽ ഗ്രൂപ്പിലുള്ളവരെന്ന് നമ്മൾ എല്ലാത്തിനും മോട്ടിവേറ്റേഴ്സാണ്. എന്ത് കാര്യം വന്നാലും അവരുടെ അടുത്ത് ഓടിച്ചെല്ലും. സോ അപ്പോൾ നമ്മൾ വിചാരിക്കാം അവർ കോൺഫിഡൻറ്റുകാരാണ്. സോ ചിലർ നമുക്ക് ഒരു മെൻറ്ററിനെ പോലെ ബിഹേവ് ചെയ്യും. സോ അവരെ നമ്മൾ എന്ത് ചെയ്യും, മെൻറ്ററെ പോലെ കാണും. ചിലർ ഗോസിപ്പ് പറയുന്ന ആൾക്കാരിക്കും, ചിലർ ഗ്രൂപ്പ് ക്ലൗണാണ്. സോ അങ്ങനെ പല അവരുടെ ക്യാരക്ടർ അല്ലെങ്കിൽ ഇമോഷണൽ ബേസ് ചെയ്ത് നമ്മൾ അവർക്ക് ഒരു റോള് കൊടുക്കുന്നു. സോ അതിനെയാണ് നമ്മൾ എമർജൻറ്റ് റോൾസ് എന്ന് പറയുന്നത്. ഇനി 2 factors that impact the effectiveness of organizational roles. ഇനി 2 ഫാക്ടർ ഈ റോൾസിനെ എഫക്റ്റ് ചെയ്യാറുണ്ട്. അതായത് റോൾ ആംബിഗ്വിറ്റി ആൻഡ് റോൾ കോൺഫ്ലിക്റ്റ്. റോൾ ആംബിഗ്വിറ്റി occurs when a person is unclear of what is expected of him or her. Instructions about performance are not clear. Tasks are assigned without consent. If a supervisor's actions and instructions send contradictory message. റോൾ ആംബിഗ്വിറ്റി എന്ന് പറയുന്നത് ഒരു പേഴ്സൺ ഒരു ഗ്രൂപ്പിൽ ചെന്ന് കഴിയുമ്പോൾ അയാൾക്ക് അവിടെ ഒന്നും അറിയത്തില്ല, എന്ത് ചെയ്യണമെന്നറിയില്ല, അപ്പോൾ ആരും എന്ത് ചെയ്യുന്നില്ല, ഇൻസ്ട്രക്ഷൻസ് ഒന്നും കൊടുക്കുന്നില്ല, അയാളുടെ റോൾ എന്താണ് എന്നുള്ള കാര്യമൊന്നും സ്പെസിഫൈ ചെയ്ത് പറയാൻ പറ്റില്ല. സോ അങ്ങനെ വരുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു ഫസ്റ്റ് റോൾ ആംബിഗ്വിറ്റി എന്ന് പറയുന്നത്, ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം IT പ്രൊഫഷണൽസ് പുതിയതായിട്ടൊരു ഒരു ജൂനിയർ എൻ്റർ ചെയ്ത് കഴിയുന്നു. സോ അപ്പോൾ അവിടെ എന്ത് ചെയ്യണം, സീനിയേഴ്സ് അല്ലെങ്കിൽ ആരെങ്കിലും അയാളുടെ റോൾ എന്താണ് എന്നൊക്കെയുള്ളത് നല്ല രീതി ഇങ്ങനെ ഈ ജോലി ഇത്ര സമയം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കണം അല്ലേ. സോ അങ്ങനെ ഒന്നും പറഞ്ഞു കൊടുത്തില്ല, അയാൾക്ക് അവിടെ എന്താ ചെയ്യണമെന്ന് അറിയത്തില്ല. അങ്ങനെ വരുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ റോൾ ആംബിഗ്വിറ്റി എന്ന് പറയുന്നത്. ഇനി അടുത്തത് റോൾ കോൺഫ്ലിക്റ്റ് ആണ്. ഓഫ് കോഴ്സ് വെൻ ഗ്രൂപ്പ് മെമ്പേഴ്സ് ഫീൽ ഹിസ് ഓർ ഹെർ ജോബ് ഓവർലാപ്സ് വിത്ത് അതേഴ്സ് ഓർ ഇഫ് ദ ജോബ് ഡിസ്ക്രിപ്ഷൻ ഇസ് അൺക്ലിയർ. റോൾ കോൺഫ്ലിക്റ്റ് വരുന്നതെന്ന് പറയുന്നത് ഈ ഇദ്ദേഹത്തിൻ്റെ ഇയാളുടെ ജോലി കാരണം മറ്റുള്ളവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരിക അല്ലെങ്കിൽ അവരുടെ ജോലി തമ്മിൽ ഓവർലാപ്പ് ചെയ്ത് അവിടെ ഒരു ക്ലാഷ് ഉണ്ടാകുന്നു അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നു. സോ അതിന് നമുക്ക് റോൾ കോൺഫ്ലിക്റ്റ് എന്ന് പറയാം. ഇനി അടുത്ത ഫാക്ടറാണ് സപ്പോർട്ട് എന്ന് പറയുന്നത്. സപ്പോർട്ട് എന്ന് പറയുന്നത് എനി ടീം ഓർ ഗ്രൂപ്പ് വിൽ നീഡ് സപ്പോർട്ട് ഇഫ് ഇറ്റ് ഈസ് ടു ബി എഫക്റ്റീവ്. സോ ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു ടീം എഫക്റ്റീവ് ആകുക എന്ന് പറയുന്നത് അതിന് സപ്പോർട്ടിംഗ് സിസ്റ്റം ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് കൊടുത്തിരിക്കണം. അതെങ്ങനെയൊക്കെ കൊടുക്കാം? വൈൽ ദ സക്സസ്ഫുൾ സ്പോർട്സ് ടീം റിക്വയർ ട്രെയിനിങ് ക്യാമ്പ്സ്, കോച്ചിങ് ആൻഡ് ടീം ഡിസിപ്ലിൻ, അതർ വർക്ക് ടീംസ് ഹാവ് ദ സെയിം നീഡ്സ്. സോ അത് സക്സസ് ആവണമെങ്കിൽ നമ്മൾ അതിന് ആ ഒരു ഗ്രൂപ്പിന് ആവശ്യമായിട്ടുള്ള സപ്പോർട്ട് കൊടുക്കണം. ചിലപ്പോൾ സ്പോർട്സ് ടീമിനാണെങ്കിൽ അവർക്ക് കോച്ചിങ് കൊടുക്കണം അല്ലെങ്കിൽ ട്രെയിനിങ് കൊടുക്കണം. അത് ഇപ്പോൾ സ്കൂളിലെ കുട്ടികൾക്കാണെങ്കിൽ അവർക്ക് സപ്പോർട്ടിന് വേണ്ടി എന്ത് കൊടുക്കണം? അവർക്ക് ആവശ്യപ്പെട്ട ഗൈഡൻസ് കൊടുക്കണം. ഈ പ്രോപ്പർ രീതിയിലാണ് എന്നുള്ള അല്ലെങ്കിൽ ഡിസിപ്ലിൻ എന്തൊക്കെയാണ് അങ്ങനെയുള്ള കാര്യങ്ങളിലുള്ള സപ്പോർട്ടുകൾ പുറമേ നിന്ന് കൊടുക്കണം. ദർ മസ്റ്റ് ബി റെക്കഗ്നിഷൻ ഓഫ് ദ നീഡ് ഫോർ ട്രെയിനിങ്. മെമ്പേഴ്സ് ബ്രിങ് ഇൻഡിവിജ്വൽ സ്കിൽസ് ടു ദ ഗ്രൂപ്പ് ദാറ്റ് മേ നീഡ് ടു ബി അഡാപ്റ്റഡ് ടു മാക്സിമൈസ് ദെയർ കോൺട്രിബ്യൂഷൻ ടു ദ ഗ്രൂപ്പ് ടാസ്ക്. സോ അങ്ങനെ നമ്മൾ ട്രെയിനിങ് കൊടുത്താൽ മാത്രമേ അവിടെ ഓരോ വ്യക്തികളുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്ത് ആ സ്കിൽസ് യൂസ് ചെയ്ത് നമുക്ക് ആ ഗ്രൂപ്പിൽ നിന്ന് മാക്സിമം ഇത് കിട്ടത്തുള്ളൂ, മാക്സിമം ആ ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ അതിനാണ് നമ്മൾ സപ്പോർട്ട് എന്ന് പറഞ്ഞത്. പല രീതിയിൽ കൊടുക്കാം, ഓരോ ഗ്രൂപ്പിനും പ്രത്യേക രീതിയിലാണ്, പ്രത്യേക തരം സപ്പോർട്ടാണ് കൊടുക്കുന്നത്. ഇനി അടുത്തതാണ് ട്രാൻസാക്ഷണൽ അനാലിസിസ് എന്ന് പറയുന്നത്. ഇനി ട്രാൻസാക്ഷണൽ അനാലിസിസ് എന്ന് പറയുന്നത് ഇതൊരു ഇൻട്രാക്ഷനാണ്. ഇത് ഐഡൻറ്റിഫൈ ചെയ്തത് എറിക് ബേൺ എന്ന് പറയുന്ന അദ്ദേഹമാണ്. ഇത് 1915 ഇദ്ദേഹം കണ്ടത്. ട്രാൻസാക്ഷണൽ അനാലിസിസ് എന്ന് പറയുന്നത് പാർട്ടിസിപ്പേഷൻ ഇൻ ഗ്രൂപ്പ്സ് ഇസ് എ സോഷ്യൽ ട്രാൻസാക്ഷൻ ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ്. സോ ഒരു ഗ്രൂപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇതൊരു സോഷ്യൽ ട്രാൻസാക്ഷനാണ്, ഇൻഡിവിജ്വൽസ് തമ്മിലുള്ള സോഷ്യൽ ട്രാൻസാക്ഷൻ ആണ് എന്ന് പറയുന്നതിനെയാണ് നമ്മൾ ട്രാൻസാക്ഷണൽ അനാലിസിസ് എന്ന് പറയുന്നത്.
സോ ഇപ്പോൾ ഒരു വ്യക്തി ഒരു ഗ്രൂപ്പിലോട്ട് ജോയിൻ ചെയ്തെന്ന് വിചാരിക്കും. ഇപ്പോൾ ഉദാഹരണം രണ്ട് 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 അറ്റങ്ങളിൽ നിന്ന് വരുന്ന വ്യക്തികൾ തമ്മിൽ ഒന്നിച്ച് ഒരു ഫിറ്റ്നസ് ക്യാമ്പിൽ ജോയിൻ ചെയ്തെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ ആ ഗ്രൂപ്പിൽ എത്തുക എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, സോഷ്യൽ ട്രാൻസാക്ഷൻ നടക്കും. അവിടെ രണ്ട് വ്യക്തികൾ, രണ്ട് സൊസൈറ്റി അല്ലെങ്കിൽ രണ്ട് രീതിയിൽ വരുന്ന ആൾക്കാർ തമ്മിൽ ഒരു ഗ്രൂപ്പിൽ എത്തിയതിന് ശേഷം അവരുടെ സോഷ്യൽ ട്രാൻസാക്ഷൻ നടക്കുന്നു. ആരൊക്കെ തമ്മിൽ? രണ്ട് വ്യക്തികൾ തമ്മിൽ നടക്കുന്നു. സോ അപ്പം ഒരാളുടെ ആറ്റിറ്റ്യൂഡ് മറ്റേ ആൾ ട്രാൻസ്ഫർ ചെയ്യാം. സോ അങ്ങനെ ഒരു ഗ്രൂപ്പ് പാർട്ടിസിപ്പേഷൻ്റെ ഭാഗമായിട്ട് സോഷ്യൽ ട്രാൻസാക്ഷൻ നടക്കുന്നു. വ്യക്തികൾ തമ്മിൽ സോഷ്യൽ ട്രാൻസാക്ഷൻ നടക്കുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് ട്രാൻസാക്ഷണൽ അനാലിസിസ്. സോ അത് ആദ്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തത് എറിക് ബേൺ ആണ് ഇൻ ദ 1950s. ഇനി ഇതിന് ഈഗോ സ്റ്റേറ്റുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. ഇതിൽ 3 ഈഗോ സ്റ്റേറ്റുകൾ ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. എറിക് ബേൺ പറയുന്നത് അത് പാരൻറ്റ്, അഡൾട്ട് ആൻഡ് ചൈൽഡ്, ഇതാണ് 3 ഈഗോ സ്റ്റേറ്റുകളെന്ന് അദ്ദേഹം പറയുന്നത്. അതായത് പാരൻ്റ് സ്റ്റേറ്റിലുള്ളവരെന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ഹു ഓപ്പറേറ്റ് ഫ്രം എ പാരൻ്റ് സ്റ്റേറ്റ് മേ ഡിസ്പ്ലേ എ പ്രൊട്ടക്റ്റീവ്, നർച്ചറിങ്, കൺട്രോളിങ്, ക്രിട്ടിക്കൽ ഓർ ഗൈഡിങ് റോൾ. ദേ മേ പ്രിഫർ ടു പോളിസീസ് ഓർ സ്റ്റാൻഡേർഡ്സ് ബൈ സ്റ്റേറ്റിംഗ് യു നോ ദ റോൾസ്, നൗ ഫോളോ ദം. സോ ഒരു ഗ്രൂപ്പിൽ വന്നു കഴിയുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഉദാഹരണം പാരൻ്റ് റോൾ എന്ന് പറയുന്നത് ഇവിടെ ആ ഗ്രൂപ്പിലുള്ള വ്യക്തി അയാൾ മറ്റുള്ളവർ എന്ത് ചെയ്യാൻ തുടങ്ങും? പ്രൊട്ടക്റ്റീവ് ആയിരിക്കും, കുറച്ചുകൂടെ അവരെ കെയർ ചെയ്യാൻ. ഒരു പാരൻ്റ് ഒരു കുട്ടിയെ നോക്കുന്ന രീതിയിൽ അവരെ കെയർ ചെയ്യാൻ തുടങ്ങുന്നു. ഉദാഹരണം പറഞ്ഞാൽ പ്രേമലു ഫിലിം കണ്ടാൽ നമുക്കറിയാമല്ലേ, അതിൽ ആദി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ, അദ്ദേഹം അവിടെ എന്താണ്, ഏത് റോളാണ് ചെയ്യുന്നത്? ഒരു പാരൻ്റ് എന്നൊരു രീതിയിലല്ലേ അവരെ നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്, അവരെ കൺട്രോൾ ചെയ്യുന്നുണ്ട്, ഗൈഡ് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. സോ ആ ഒരു റോള്, സോ അതിനെയാണ് നമ്മൾ പാരൻ്റൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ദേ മേ റെഫർ ടു പോളിസീസ്. ഇനി അത് ചിലപ്പോൾ അത് പോളിസീസ് ആവാം, അല്ലെങ്കിൽ അതൊരു സ്റ്റാൻഡേർഡ് ആയിരിക്കാം. പിന്നെ പറയുന്നുണ്ടല്ലേ, ഈ റൂൾസ് നിങ്ങൾക്ക് അറിയാമല്ലോ, സോ നിങ്ങളത് ഫോളോ ചെയ്യുക. സോ ഇങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേറ്റിൽ നമ്മൾ പാരൻ്റൽ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ പാരൻ്റൽ ഈഗോ സ്റ്റേറ്റ് എന്നാണ് പറയുന്നത്. ഇത് അദ്ദേഹം എറിക് ബേൺ ആണ് ഈ ഒരു 3 സ്റ്റേറ്റ് കൊണ്ടുവന്നത്. ഇനി അടുത്ത അഡൾട്ട് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽസ് ഡിസ്പ്ലേയിങ് ദിസ് അപ്രോച്ച് വിൽ അപ്പിയർ ടു ബി റാഷണൽ. സോ ഇവിടെ റാഷണൽ ആയിട്ടുള്ള രീതിയിലായിരിക്കും, അതായത് കുറച്ചുകൂടെ റിയാലിറ്റി ബേസ്ഡ് ആയിരിക്കും. ശരി ഏതാ തെറ്റ് ഏതാന്നൊക്കെ ഉള്ള കാര്യം മനസ്സിലാക്കി, അല്ലെങ്കിൽ എൻ്റെ റോൾ എന്താണ്, ഞാൻ അയാളുടെ കാര്യങ്ങളിൽ ഇടപെടേണ്ട, അല്ലെങ്കിൽ എനിക്കത് ചെയ്തുകൂടാ, അങ്ങനെയുള്ള കുറച്ചുകൂടെ റാഷണലി തിങ്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കും ഈ അഡൾട്ട് ഗ്രൂപ്പിൽ വരുന്നത്. സോ അവിടെ അവരെന്ത് ചെയ്യും? കാൽക്കുലേറ്റ് ചെയ്യും, ഇത് ശരിയാണോ തെറ്റാണോ അല്ലെങ്കിൽ ഫാക്ച്വൽ ആണോ. അത് ഇവർ അൺഇമോഷണൽ ആയിരിക്കും. ഇമോഷണൽ ബേസ് ചെയ്തായിരിക്കില്ല, കൂടുതലും എന്താണ്, റാഷണൽ ബേസ്ഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും ഈ അഡൾട്ട് ഗ്രൂപ്പിൽ വരുന്നത്. ഇനി ഡിസിഷൻ മേക്കിംഗ് റിലേസ് ഓൺ റിസർച്ച്, ഫാക്ട്, ഡേറ്റ പ്രോസസ്സിംഗ് ആൻഡ് എസ്റ്റിമേറ്റിംഗ് പ്രോബബിലിറ്റി. സോ ഇവിടെ ഒരു ഡിസിഷൻ എടുക്കുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും? ഇത് എന്തെങ്കിലും റിസർച്ച് ചെയ്ത്, അല്ലെങ്കിൽ അവർക്ക് കിട്ടിയ ഡേറ്റ എന്താണോ, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ വരും, സോ അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുക എന്നൊക്കെ രീതിയിൽ മാത്രമേ എന്ത് ചെയ്യൂ, ഡിസിഷൻ നടക്കത്തുള്ളൂ. പക്ഷേ മറ്റേ പാരൻ്റലാണെങ്കിൽ അവിടെ എന്ത് ചെയ്യും? അവർക്ക് എന്തെങ്കിലും അവർക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവരെ നർച്ചർ ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്രൊട്ടക്റ്റീവ് അല്ലെങ്കിൽ നർച്ചറിങ് രീതിയിൽ പോകുന്ന സ്റ്റേറ്റാണ് പാരൻറ്റ്. അഡൾട്ട് ആകുമ്പോൾ കുറച്ചുകൂടെ റാഷണൽ തിങ്കിങ് ചെയ്യും, ഡിസിഷൻസ് ഒന്നും ചുമ്മാ എടുക്കത്തില്ല, അല്ലെങ്കിൽ ഇമോഷണലിൻ്റെ പേരിൽ ഡിസിഷൻസ് എടുക്കത്തില്ല. അവിടെ പ്രോപ്പറായിട്ടൊരു റിസർച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫാക്റ്റ് ഉണ്ടെങ്കിൽ മാത്രം ഡിസിഷൻസ് എടുക്കത്തുള്ളൂ. അടുത്തതെന്ന് പറയുന്നത് ചൈൽഡ്. ഇവിടെ എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ഡിസ്പ്ലേയിങ് ദിസ് ബിഹേവിയർ റിഫ്ലക്റ്റ് ഇമോഷൻ സിമിലർ ടു ദോസ് ഓഫ് ചൈൽഡ്ഹുഡ്. അതായത് കുട്ടിക്കാലങ്ങൾ കൊച്ചുകുട്ടികളുടെ രീതിയിൽ ബിഹേവ് ചെയ്യുന്നവരെയാണ് ഈ ഒരു കാറ്റഗറിയിൽ വരുന്നത്. ഇറ്റ് മേ ബി റിബല്ലസ്. അവർ റിബല്ലസ് ആയിരിക്കും, പ്രത്യേകിച്ച് ഇതൊന്നും വേണ്ട, പെട്ടെന്ന് സ്പോണ്ടേനിയസ് ആയിട്ട് എന്തിനു വേണ്ടി പെട്ടെന്ന് പ്രതികരിക്കുന്നവരായിരിക്കാം. പിന്നെ അതുപോലെ ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. എന്ത് കാര്യം ചെയ്യണമെങ്കിൽ അവർ എല്ലാവരും ഡിപ്പെൻഡ് ചെയ്യും, ഞാൻ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യം കുട്ടികൾ ചെയ്യുന്ന രീതിയിലായിരിക്കും ഇവർ ചെയ്യുന്നത്. പിന്നെ ക്രിയേറ്റീവ് ആയിരിക്കും. ആൻഡ് ഈസ് ഓഫൻ റെക്കഗ്നൈസ്ഡ് ബൈ ഇറ്റ്സ് ഇമോഷണൽ ടോൺ. ലൈക്ക് എ ചൈൽഡ് ദിസ് സ്റ്റേറ്റ് ലുക്സ് ഫോർ അപ്രൂവൽ ആൻഡ് ഇമ്മീഡിയറ്റ് റിവാർഡ്സ്. അപ്പോൾ കുട്ടികളെ പോലെ കുട്ടികൾക്ക് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ ഒരു അപ്രൂവലും വേണം, അതുപോലെ അതിന് നമ്മൾ കൊള്ളാം നല്ലത് എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് സന്തോഷമല്ലേ. സോ അതേപോലെ ഒരു ഇമ്മീഡിയറ്റ് റെസ്പോൺസും അപ്രൂവലും ഒക്കെ നോക്കുന്ന രീതിയിലുള്ളവരാണ് ഈ ഒരു ചൈൽഡ് കാറ്റഗറിയിൽ വരുന്നത്. ഇത്രയുമാണ് 3 ഈഗോ സ്റ്റേറ്റ് എന്ന് പറയുന്ന പാരൻറ്റ്, അഡൾട്ട്, ചൈൽഡ്. ഇനി അടുത്ത ഇതാണ് ഗ്രൂപ്പ് സ്ട്രക്ചറിൻ്റെ പാർട്ടാണ് ഗ്രൂപ്പ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. ഗ്രൂപ്പ് സ്റ്റാറ്റസ് സോഷ്യലി ഡിഫൈൻഡ് പൊസിഷൻ ഓർ റാങ്ക് ഗിവൺ ടു ദ ഗ്രൂപ്പ്
or group members by others. Group members get high status or low status within the group based on the authority and performance. സോ ഒരു ഗ്രൂപ്പ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് നമ്മൾ സോഷ്യലി നമ്മൾ ഡിഫൈൻ ചെയ്ത് കൊടുക്കുന്ന ഒരു പൊസിഷൻ അല്ലെങ്കിൽ റാങ്കാണ്. ആർക്കാണ്? ആ ഒരു ഗ്രൂപ്പിന് അല്ലെങ്കിൽ ആ ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സിന് നമ്മൾ കൊടുക്കുന്ന ആ ഒരു റാങ്ക് അല്ലെങ്കിൽ സോഷ്യലി നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന പൊസിഷൻ, അല്ലെങ്കിൽ ഈ ഗ്രൂപ്പുകാർ സോഷ്യലി ഇച്ചിരി ഹൈ റാങ്ക് ഉള്ളവരാണ്, അല്ലെങ്കിൽ ഇവരിച്ചിരി ലോ റാങ്കാണ്. സോ അങ്ങനെ നമ്മൾ കൊടുക്കുന്ന ആ ഒരു സോഷ്യലി ഡിഫൈൻ ചെയ്യുന്ന ആ പൊസിഷൻ അല്ലെങ്കിൽ റാങ്കിനെയാണ് നമ്മൾ ഗ്രൂപ്പ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. ഇനി ചില ഗ്രൂപ്പുകൾക്ക് എന്തായിരിക്കാം? സ്റ്റാറ്റസ് കൂടുതലായിരിക്കാം, ചില ഗ്രൂപ്പുകൾക്ക് സ്റ്റാറ്റസ് കുറവായിരിക്കാം. അതെവിടെയായിരിക്കും? എന്തിനെ ബേസ് ചെയ്തായിരിക്കും? അവരുടെ അതോറിറ്റി അല്ലെങ്കിൽ അവരുടെ പെർഫോമൻസിനെ ബേസ് ചെയ്തായിരിക്കും നല്ല സ്റ്റാറ്റസ് ഉള്ളവരാണോ ലോ സ്റ്റാറ്റസ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. ഇനി അടുത്ത ഗ്രൂപ്പ് കൊഹസീവ്നെസ് ആണ്. വൺ ഓഫ് ദ പ്രൈമറി ഫാക്ടേഴ്സ് ഇൻ ഗ്രൂപ്പ് പെർഫോമൻസ് ഇൻവോൾവ് ഗ്രൂപ്പ് കൊഹഷൻ. സോ ഒരു ഗ്രൂപ്പ് പെർഫോമൻസിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഘടകം എന്ന് പറയുന്നത് ഗ്രൂപ്പ് കൊഹഷനാണ്. സോ അതായത് ഗ്രൂപ്പിലുള്ള വ്യക്തികൾ തമ്മിൽ ഒരു ബോണ്ട് ഉണ്ടായിരിക്കണം. സോ അതാണ് ഗ്രൂപ്പ് കൊഹഷൻ എന്ന് പറയുന്നത്. The ultimate role of group is to come together as unit and perform with the professionalism and dedication. സോ ഒരു ഗ്രൂപ്പിൻ്റെ റോൾ എന്ന് പറയുന്നത് എന്താണ്? ഒന്നിച്ച് നിന്ന് ഒരു യൂണിറ്റായിട്ട് നിന്നുകൊണ്ട് ഒരു പ്രൊഫഷണൽ രീതിയിൽ അല്ലെങ്കിൽ ഒരു നല്ല ഡെഡിക്കേഷനോട് കൂടി ചെയ്യണം. സോ അങ്ങനെ ചെയ്യണമെങ്കിൽ അവർ തമ്മിൽ എന്ത് വേണം? ഒരു ബോണ്ട് ആവശ്യമാണ്. ആ ഒരു ബോണ്ടിനെയാണ് നമ്മൾ കൊഹസീവ്നെസ് എന്ന് പറയുന്നത്. ദ ഗ്രൂപ്പ് ദാറ്റ് ക്യാൻ വർക്ക് ആസ് എ യൂണിറ്റ്, ഷെയർ ടാസ്ക് ആൻഡ് റെക്കഗ്നൈസ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ് വിൽ meet with more success than a group mired in conflict, role ambiguity and lack of motivation. സോ ഒരു ഗ്രൂപ്പ് നല്ല രീതിയിൽ ഒരു നല്ലൊരു യൂണിറ്റായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ അവിടെ എന്താണ്? ടാസ്കുകൾ ഷെയർ ചെയ്തിരിക്കണം. അതുപോലെ ഓരോ മെമ്പേഴ്സിൻ്റെ കോൺട്രിബ്യൂഷൻസ് എന്താണ്, സക്സസ്സിലോട്ട് എത്താൻ വേണ്ടി എന്തൊക്കെ കോൺട്രിബ്യൂഷൻസ് ഉണ്ട്, സോ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ നല്ല രീതിയിൽ അല്ലെങ്കിൽ ഗ്രൂപ്പ് മെമ്പേഴ്സ് തമ്മിലൊരു കൊഹസീവ്നെസ് ഉണ്ടെങ്കിൽ സക്സസ്സിലെത്താൻ പറ്റും. എന്തിനേക്കാളും അല്ലാതെ ഒരു ഗ്രൂപ്പിൽ തന്നെ പലർക്കും പല അഭിപ്രായങ്ങളാണ്. സോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ സക്സസ് ആവുമോ? ഇല്ല. സോ ഇതാണ് ഗ്രൂപ്പ് കൊഹസീവ്നെസ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി അടുത്തത് സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് എന്താണെന്നാണ് നോക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് എന്താണെന്നാണ് നോക്കുന്നത്. സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് ഈസ് ഫോക്കസ്ഡ് അറൗണ്ട് എ ഗ്രൂപ്പ്. ഒരു ഗ്രൂപ്പിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള അതാണ്. ഇറ്റ് എംഫസൈസ് ദ ഇൻ്റലക്ച്വൽ, സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് ദ ഗ്രൂപ്പ്. സോ ഈ ഗ്രൂപ്പിൽ ഇവിടെ എംഫസൈസ് ചെയ്യുന്ന സോഷ്യൽ ഗ്രൂപ്പ് വർക്കിൽ എംഫസൈസ് ചെയ്യുന്നത് ഒരു ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സിൻ്റെ അവരുടെ ഇൻ്റലക്ച്വൽ അല്ലെങ്കിൽ സോഷ്യലി അല്ലെങ്കിൽ ഇമോഷണൽ ഗ്രോത്ത് അല്ലെങ്കിൽ അവരുടെ ഡെവലപ്മെൻറ്റിനെ എംഫസൈസ് ചെയ്ത് അല്ലെങ്കിൽ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ളതിനെയാണ് നമ്മൾ സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് എന്ന് പറയുന്നത്. ഇനി ഇറ്റ് ഈസ് എ പ്രോസസ്സാണ്. ഇതൊരു പ്രോസസ്സാണ്. ഇവിടെ എന്തുവാ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള സോഷ്യൽ വർക്ക് പ്രാക്ടീഷണർ എന്ത് ചെയ്യും? ഹെൽപ്പ് ഇൻഡിവിജ്വൽ, ബാക്കി ഗ്രൂപ്പിലുള്ള മറ്റുള്ളവരെ എന്ത് ചെയ്യാൻ സഹായിക്കും? ടു ഹാവ് practitioner help individuals in a group to have a satisfactory group experience through different programs aimed at enhancing their psychosocial functioning. സോ ഈ ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ളൊരു സോഷ്യൽ വർക്ക് പ്രാക്ടീഷണർ ഗ്രൂപ്പിലുള്ള ഇൻഡിവിജ്വൽസിനെ നല്ല സാറ്റിസ്ഫാക്ഷനുള്ള ഗ്രൂപ്പ് എക്സ്പീരിയൻസിലൂടെ അവർക്ക് ഒരുപാട് പ്രോഗ്രാംസ് കൊടുത്തുകൊണ്ട് അവരുടെ സൈക്കോളജിക്കൽ അല്ലെങ്കിൽ സോഷ്യലി ഉള്ള ഫങ്ഷനിങ് ഇമ്പ്രൂവ് ചെയ്യും. ഈ ഒരു പ്രോസസ്സിന് നമ്മൾ സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് എന്ന് പറയാം. It is through different activities in a group situation that an individual is able to discover her or his hidden strength, talent and abilities. ഇത് എങ്ങനെയായിരിക്കും? പല ആക്ടിവിറ്റീസിലൂടെ ആയിരിക്കും ഓരോ വ്യക്തികൾക്ക് ഉള്ളിലുള്ള സ്ട്രെങ്ത് അല്ലെങ്കിൽ അവരുടെ ടാലൻറ്റ് എന്താണ് അല്ലെങ്കിൽ എബിലിറ്റീസ് എന്താണെന്നുള്ളതൊക്കെ. സോ ഉദാഹരണം നമ്മൾ പറയുകയാണെങ്കിൽ സ്കൂളുകളിൽ കുട്ടികൾക്ക് നമ്മൾ ക്യാമ്പുകളൊക്കെ പ്രൊവൈഡ് ചെയ്യാറില്ലേ? NSS പോലുള്ള ക്യാമ്പുകൾ. സോ ഇങ്ങനെയുള്ള ക്യാമ്പുകൾ എന്ന് പറയുന്നത് എന്താണ്? അവിടെ ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള പ്രൊഫഷണൽ വന്ന് അവർക്ക് ക്ലാസ്സുകൾ കൊടുക്കുക. സോ അപ്പോൾ അവരുമായിട്ട് അവർക്ക് പലതരത്തിലുള്ള ട്രെയിനിങ്ങുകൾ കൊടുത്ത് അവർ തന്നെ അറിയാതെ അവരുടെ ഉള്ളിൽ കിടക്കുന്ന ടാലൻറ്റുകൾ എന്താണെന്നുള്ളതൊക്കെ പല പ്രോഗ്രാം അല്ലെങ്കിൽ ആക്ടിവിറ്റീസിലൂടെ പുറത്ത് എടുക്കുന്നു. അവരുടെ അബിലിറ്റീസ്, സ്ട്രെങ്ത് അല്ലെങ്കിൽ അവരുടെ ടാലൻറ്റ്, ഹിഡൻ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം എടുക്കുന്നതിനാണ് നമ്മൾ സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് എന്ന് പറയുന്നത്. ഈ സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് പ്ലേസ് എ വൈറ്റൽ റോൾ ഇൻ ദ ഓൾ റൗണ്ട് ഡെവലപ്മെൻറ്റ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ, ദെർബൈ കോൺട്രിബ്യൂട്ട്സ് ടു ദ ബെറ്റർ ഫങ്ഷനിങ് ഓഫ് ദ കമ്മ്യൂണിറ്റി ആൻഡ് സൊസൈറ്റി ആസ് എ ഹോൾ. സോ ഇത് നമ്മുടെ ഒരു വ്യക്തിയുടെ ഓൾറൗണ്ട് ഡെവലപ്മെൻറ്റിന്, അതുപോലെ ഇത് അങ്ങനെ ഒരു വ്യക്തി
ഡെവലപ്മെൻറ്റ് നടക്കുന്നത് മതി അത് നമ്മുടെ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയുടെ ഫങ്ഷനിങ്ങിന് ഉപകാരപ്പെടുന്നതായിരിക്കും. ഇനി അടുത്ത വാല്യൂസ്. ഇനി ഗ്രൂപ്പ് വർക്കിൻ്റെ വാല്യൂസ് എന്താണെന്ന്, ഇങ്ങനെ ഒരു ഗ്രൂപ്പ് വർക്ക് കൊണ്ടുള്ള വാല്യൂസ് എന്താണെന്നാണ് പറയുന്നത്. റെഫേഴ്സ് ടു ഹൗ ദ പ്രാക്ടീഷണർ ഷുഡ് വ്യൂ ആൻഡ് ട്രീറ്റ് പീപ്പിൾ. ഇനി വാല്യൂസ് എന്ന് പറയുന്നത് എന്തിനെ റെഫർ ചെയ്തിരിക്കും? ഒരു വരുന്ന പ്രാക്ടീഷണർ എങ്ങനെയാണോ അല്ലെങ്കിൽ മറ്റു കൂടെയുള്ള മെമ്പേഴ്സിനെ വ്യൂ ചെയ്യുന്നത് അല്ലെങ്കിൽ ട്രീറ്റ് ചെയ്യുന്നത്, അതുപോലെ ദെയർ ഗോൾസ് ആൻഡ് ഹൗ ദിസ് ഗോൾ ഷുഡ് ബി റീച്ച്ഡ് ഡ്യൂറിങ് ദ പ്രോസസ്സ്. ഇനി അതുപോലെ അവരുടെ ഗോൾസ് എന്താണ്, ഇനി എങ്ങനെ ഈ ഗോൾസ് അച്ചീവ് ചെയ്യാം, ഈ പ്രോസസ്സിലൂടെ എങ്ങനെ അച്ചീവ് ചെയ്യാം. സോ ഇതെല്ലാം എന്താണ്? ഗ്രൂപ്പ് വർക്കിൻ്റെ വാല്യൂസാണ്. ഇനി ഡിഗ്നിറ്റി ആൻഡ് വെർത്ത്, അതാണ് ഫസ്റ്റ് വാല്യൂ. ഗ്രൂപ്പ് വർക്കിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഡിഗ്നിറ്റി ആൻഡ് വെർത്ത് ഉണ്ട്. ഓരോ വ്യക്തികൾക്കും അവരുടേതായിട്ടുള്ള ഡിഗ്നിറ്റി ഉണ്ട്, അവരുടേതായ വെർത്ത് ഉണ്ട്. ഓരോ വ്യക്തികളും എന്താണ്? വെർത്താണല്ലേ. അവരുടെ ഉള്ളിൽ പലതരം, ഒരാളും മോശമായിട്ടുള്ള വ്യക്തിയായിട്ട് ആരും ജനിക്കുന്നില്ല. എല്ലാവരുടെ ഉള്ളിലും ഓരോ കഴിവുകളും അവർ ഓരോരുത്തരും വ്യത്യസ്തരാണ്. അപ്പോൾ ഓരോ വ്യക്തികൾക്കും ഡിഗ്നിറ്റി ഉണ്ട്, അതുപോലെ അവർ വെർത്തുമാണ്. ഈ സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് ഇസ് ദ ബിലീഫ് ഇൻ ഇൻഹറന്റ് വെർത്ത് ആൻഡ് ഡിഗ്നിറ്റി ഓഫ് ഈച്ച് പേഴ്സൺ. ഈ സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് ബിലീഫ് ചെയ്യുന്ന എന്താണ്? ഇൻഹറന്റ്, ഓരോ വ്യക്തികൾക്കുള്ളിലും ഒളിഞ്ഞു കിടക്കുന്ന ഇൻഹറൻ്റ് ആയിട്ടുള്ള വെർത്ത് ഉണ്ട്, അതുപോലെ ഓരോ വ്യക്തികൾക്ക് ഡിഗ്നിറ്റി ഉണ്ട്. ഓൾ പേഴ്സൺ ഷുഡ് ബി അക്സെപ്റ്റഡ് ആസ് ദേ ആർ ആൻഡ് ദെയർ സ്പെഷ്യൽ സ്ട്രെങ്ത് റെക്കഗ്നൈസ്. ഓരോ വ്യക്തികളെയും അവരെന്താണോ ആ രീതിയിൽ അവരെ അക്സെപ്റ്റ് ചെയ്യണം, അവരുടെ സ്പെഷ്യൽ സ്ട്രെങ്തിനെ എന്ത് ചെയ്യണം? റെക്കഗ്നൈസ് ചെയ്യണം. ഇനി എവറി ഇൻഡിവിജ്വൽ ഈസ് യൂണീക്ക് ആൻഡ് ഹാസ് ആൻ ഇൻഹറൻറ്റ് വർത്ത്. ഇൻറ്ററാക്ഷൻ വിത്ത് ദം ആസ് ദേ യൂസ് റിസോഴ്സസ് ആൻഡ് ഓപ്പർച്യൂണിറ്റി ഷുഡ് നോട്ട് ഹർട്ട് റാദർ ഷുഡ് എൻഹാൻസ് ദ ഡിഗ്നിറ്റി ആൻഡ് ഇൻഡിവിജ്വാലിറ്റി. സോ ഓരോ വ്യക്തികളും യുണീക്കാണ്, ഇൻഹറൻ്റ് ആണ്. ഇനി അവരുമായിട്ടുള്ള ഇൻറ്ററാക്ഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ റിസോഴ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അവർക്ക് ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്ന സമയത്ത് അവർക്ക് ഹർട്ട് ചെയ്യാത്ത രീതിയിൽ അവരുടെ ഡിഗ്നിറ്റി അല്ലെങ്കിൽ ഇൻഡിവിജ്വാലിറ്റി ഇംപ്രൂവ് ചെയ്യുന്ന അല്ലെങ്കിൽ എൻഹാൻസ് ചെയ്യുന്ന രീതിയിലുള്ള സോഷ്യൽ വർക്ക് അല്ലെങ്കിൽ പ്രോഗ്രാംസ് ആയിരിക്കണം പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഇനി അടുത്ത വാല്യൂസ് ആണ് പറയുന്നത്. സോഷ്യൽ ജസ്റ്റിസ് ഉണ്ടായിരിക്കണം, ഇൻഹെറൻറ്റ് ഇൻ നേച്ചറാണ്. ഇനി ഈക്വൽ ആക്സസ് ടു റിസോഴ്സസ് ആൻഡ് ഓപ്പർച്യൂണിറ്റി, എല്ലാവർക്കും ഒരേ ആക്സസ് ഉണ്ടായിരിക്കണം. എന്ത് കാര്യങ്ങൾ ചെയ്താലും എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള, ഒരാൾക്ക് കൊടുത്താൽ അത് എല്ലാവർക്കും കിട്ടണം. ഒരാൾക്ക് കിട്ടിയ ഓപ്പർച്യൂണിറ്റി ബാക്കി എല്ലാവർക്കും കിട്ടണം. അതിൽ ഇവിടെ ഒരു പാർഷ്യാലിറ്റി വരരുത്, അല്ലെങ്കിൽ സോഷ്യലി ജസ്റ്റിസ് ഉണ്ടായിരിക്കണം. എവറിബഡി ഹാസ് ദ റൈറ്റ് ടു സിവിൽ ലിബർട്ടി ആൻഡ് ഈക്വൽ ഓപ്പർച്യൂണിറ്റി വിത്തൗട്ട് എ ഡിസ്ക്രിമിനേഷൻ ആസ് ടു റേസ്, എത്തനിസിറ്റി, റിലീജിയൻ, സോഷ്യൽ ക്ലാസ്, ജെൻഡർ, സെക്ഷൽ ഓറിയൻറ്റേഷൻ ആൻഡ് കപ്പാസിറ്റി. എല്ലാവർക്കും എന്താണ്? റൈറ്റ് ഉണ്ടല്ലേ, സിവിൽ ലിബർട്ടി, അതുപോലെ ഈക്വൽ ഓപ്പർച്യൂണിറ്റീസും ഉണ്ട്. പിന്നെ ഒന്നിൻ്റെ ബേസിൽ, റേസിൻ്റെ ബേസിൽ, അല്ലെങ്കിൽ എത്തനിസിറ്റിയുടെ ബേസിൽ, അല്ലെങ്കിൽ റിലീജിയൻ്റെ ബേസിൽ, അല്ലെങ്കിൽ ക്ലാസിൻ്റെ ബേസിൽ, അങ്ങനെ ഒരു രീതിയിലും, അല്ലെങ്കിൽ ജെൻഡറിൻ്റെ ബേസിൽ, ഒന്നിൻ്റെ പേരിലും ആരെയും എന്ത് ചെയ്യാൻ പാടില്ല? ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ല. ഇനി അതുപോലെ മ്യൂച്വൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. പീപ്പിൾ ആർ ഇൻഡിപെൻഡൻറ്റ് ഫോർ സർവൈവൽ ആൻഡ് ദ ഫുൾഫിൽമെൻറ്റ് ഓഫ് ദെയർ നീഡ്സ്. സോ ഒരു വ്യക്തി എന്ന് പറയുന്ന അയാൾക്ക് ഒറ്റയ്ക്ക് നിലനിൽപ്പില്ലല്ലേ, കൂടെ ഒരുപാട് ആൾക്കാരുടെ സഹായത്തോടു കൂടിയാണ് ഒരു വ്യക്തി എന്ന് പറയുന്ന ആൾ നിലനിൽക്കുന്നത്. സോ അതെന്ന് പറയുന്നത് മ്യൂച്വൽ റെസ്പോൺസിബിലിറ്റിയാണ്. ഇനി പ്രിൻസിപ്പിൾസ് ഓഫ് സോഷ്യൽ ഗ്രൂപ്പ് വർക്കാണ്. ഇനി സോഷ്യൽ ഗ്രൂപ്പ് വർക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രിൻസിപ്പിൾസ് ആണ്. സോ ഇതിൻ്റെയൊക്കെ മെയിൻ പോയിന്റുകൾ മാത്രം ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. നമുക്ക് എസ്ഐ ടൈപ്പ് അല്ല, പക്ഷേ നമുക്ക് പറയാതെ പോകാൻ പറ്റില്ല. മെയിനായിട്ടുള്ള ഗ്രൂപ്പ് വർക്കിൻ്റെ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് പ്ലാൻഡ് ഗ്രൂപ്പ് ഫോർമേഷൻ. ദ ഗ്രൂപ്പ് ഈസ് യൂസ് ടു ഹെൽപ്പ് ഇൻഡിവിജ്വൽ ഓർ പ്രൊവൈഡ് സർവീസ് ഫോർ ഹെർ ബെറ്റർ സോഷ്യൽ ഫങ്ഷനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്. ഇതൊരു പ്ലാൻഡ് ഗ്രൂപ്പ് ഫോർമേഷൻ ആയിരിക്കും. സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് എന്ന് പറയുന്നത് ഇത് എന്തിനു വേണ്ടിയായിരിക്കും? ഇത് ടു ഹെൽപ്പ് ഇൻഡിവിജ്വൽ, അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിനെ ഹെൽപ്പ് ചെയ്യുക, അയാൾക്ക് നല്ല രീതിയിൽ സോഷ്യൽ ഫങ്ഷനിങ് നടക്കുക, അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് നടക്കുക, അങ്ങനെയുള്ള രീതിയിൽ കൊടുക്കുന്ന ഒരു പ്ലാൻഡ് ആയിട്ടുള്ളൊരു ഫോർമേഷനാണ് ഈ സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് എന്ന് പറയുന്നത്. ഈ പ്രിൻസിപ്പിൾ ഓഫ് സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സ്. ഓരോ സോഷ്യൽ ഗ്രൂപ്പ് വർക്കിന് ഓരോ ഒബ്ജക്റ്റീവ്സ് കാണും. പലതരത്തിലുള്ള ഒബ്ജക്റ്റീവ്സാണ്. ചിലർക്ക് വൊക്കേഷണൽ ഗൈഡൻസ് കൊടുക്കുക എന്ന് പറയുന്നത് എന്താണ്? അതൊരു സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സ് ആണ്. സോ അങ്ങനെ പല ഓരോ ഗ്രൂപ്പ് വർക്കിനും ഓരോ ഒബ്ജക്റ്റീവ്സ് കാണും, സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സ് കാണും. സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സ് ഫോർ ഇൻഡിവിജ്വൽ ആസ് വെൽ ആസ് ഗ്രൂപ്പ് ഡെവലപ്മെൻറ്റ് മസ്റ്റ് ബി consciously formulated by the workers in the harmony with the group wishes and capacity and in keeping with the agency functioning. So സ്പെസിഫിക് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ഒരു ഗ്രൂപ്പിലുള്ള ഇൻഡിവിജ്വൽസിന് കാണാം. ചിലപ്പോൾ ആ ഗ്രൂപ്പ് ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് കോൺഷ്യസ്ലി അത് എന്ത് ചെയ്യാം? ഫോർമുലേറ്റ് ചെയ്യാം. ഈ ഒരു ഗ്രൂപ്പിന് കോൺഷ്യസ്ലി നമ്മൾ ഈ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്തിരിക്കുന്ന ഇന്ന ഒരു കാര്യത്തിനാണ് എന്ന് നമ്മൾ കോൺഷ്യസ്ലി അങ്ങനെ ഫോം ചെയ്തിട്ട് അതിനു വേണ്ടി വർക്ക് ചെയ്യാം. ദ പ്രിൻസിപ്പിൾ ഓഫ് പർപ്പസ്ഫുൾ വർക്കർ ഗ്രൂപ്പ് റിലേഷൻഷിപ്പ്.
കോൺഷ്യസ്ലി മീനിങ് relation should be established between the worker and the group members to practice group work. സോ ഇവിടെ ഗ്രൂപ്പ് വർക്ക് നടക്കണമെങ്കിൽ അവിടെ എന്ത് നടക്കണം, വരുന്ന വർക്കറും അതുപോലെ ഗ്രൂപ്പ് മെമ്പേഴ്സും തമ്മിൽ അല്ലെങ്കിൽ പ്രൊഫഷണലുമായിട്ട് നല്ല രീതിയിൽ ഒരു റിലേഷൻഷിപ്പ്, പർപ്പസ്ഫുൾ ആയിട്ടുള്ളൊരു എന്തിന് ഞാൻ വന്നു എന്നുള്ള കാര്യം, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട് പ്രാക്ടീഷണർ ആണെങ്കിൽ എന്ത് ചിന്തിക്കണം, അയാൾ എന്തിനാണ് എൻ്റെ കൂടെ വന്നത് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലായിച്ച് പർപ്പസ്ഫുള്ളി അതെന്ത് ചെയ്യണം, നല്ലൊരു ഗ്രൂപ്പ് റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്യണം. ഇനി അതുപോലെ പ്രിൻസിപ്പിൾ ഓഫ് കണ്ടിന്യൂസ് ഇൻഡിവിജ്വലൈസേഷൻ. ഇൻ സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് ഇറ്റ് ഈസ് റെക്കഗ്നൈസ്ഡ് ദാറ്റ് ഗ്രൂപ്പ്സ് ആൻഡ് ഇൻഡിവിജ്വൽ ഡിഫറെൻറ്റ് ആൻഡ് ദാറ്റ് ഇൻഡിവിജ്വൽ യൂട്ടിലൈസ് ഗ്രൂപ്പ് എക്സ്പീരിയൻസ് ഇൻ ഡിഫറെൻറ്റ് വേ ടു മീറ്റ് ദ ഡിഫറെൻറ്റ് നീഡ്സ്. സോ ഓരോ വ്യക്തികൾക്കും ഓരോരുത്തരും വ്യത്യസ്തരാണല്ലേ. സോ അതുകൊണ്ട് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു ഗ്രൂപ്പ് വർക്ക് നടക്കുന്ന സമയത്ത് ഓരോ വ്യക്തികളും ഡിഫറെൻ്റ് ആണ്. സോ അതുകൊണ്ട് ആ കാര്യങ്ങൾ റെക്കഗ്നൈസ് ചെയ്ത് അവർക്ക് കൊടുക്കുമ്പോൾ ഓരോ കണ്ടിന്യൂസ് ആയിട്ട് ഈ ത്രൂ ഔട്ട് ദ പ്രോസസ്സിൽ അവരുടെ ഇൻഡിവിജ്വാലിറ്റി നോക്കണം. ഓരോരുത്തർക്കും ഓരോ ഡിഫറെൻറ്റ് നീഡായിരിക്കും. സോ അപ്പോൾ ഇൻഡിവിജ്വാലിറ്റിക്ക് കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഇനി അടുത്തത് പ്രിൻസിപ്പിൾസ് ഓഫ് ഗൈഡഡ് ഗ്രൂപ്പ് ഇൻട്രാക്ഷൻ. ഇൻ ഗ്രൂപ്പ് വർക്ക് ദ പ്രൈമറി സോഴ്സ് ഓഫ് എനർജി വിച്ച് propose a group and influence the individual to change the interaction and reciprocal responsive of the members. സോ ഇവിടെ ഗ്രൂപ്പ് ഇൻറ്ററാക്ഷൻസ് കറക്റ്റ്ലി ഗൈഡഡ് ആയിട്ടുള്ളൊരു ഇൻറ്ററാക്ഷൻ ആയിരിക്കണം കൊടുക്കേണ്ടത്. അതായത് ഓരോ വ്യക്തികൾക്കും ഏതൊക്കെ രീതിയിൽ അങ്ങനെ ഒരു ഇൻറ്ററാക്ഷൻ വഴി എങ്ങനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യാം. സോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് നോക്കണം. അതുപോലെ പ്രിൻസിപ്പിൾ ഓഫ് ഡെമോക്രാറ്റിക് ഗ്രൂപ്പ് സെൽഫ് ഡിറ്റർമിനേഷൻ. ദ ഗ്രൂപ്പ് മസ്റ്റ് ബി ഹെൽപ്പ് ടു മേക്ക് ഇറ്റ്സ് ഓൺ ഡെസിഷൻ. സോ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് അതിന് സ്വന്തമായിട്ട് ഡിസിഷൻ എടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കണം, ഡെമോക്രാറ്റിക് ആയിരിക്കണം. എ ഗ്രൂപ്പ് ഷുഡ് ഡിറ്റർമിൻ ഇറ്റ്സ് ഓൺ ആക്ടിവിറ്റീസ്, റെസ്പോൺസിബിലിറ്റീസ്. സോ ആ ഗ്രൂപ്പിൽ ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് അനുസരിച്ച് അതിനായിട്ടുള്ള ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ആ റെസ്പോൺസിബിലിറ്റീസ് തിരഞ്ഞെടുക്കണം. ദ പ്രൈമറി സോഴ്സ് ഓഫ് കൺട്രോൾ ഓവർ ദ ഗ്രൂപ്പ് ഇസ് ദ ഗ്രൂപ്പ് ഇറ്റ് സെൽഫ്. സോ ഈ ഗ്രൂപ്പിനെ കൺട്രോൾ ചെയ്യേണ്ടത് ആര് തന്നെയാണ്, ആ ഗ്രൂപ്പ് തന്നെയാണ് എന്നുള്ള കാര്യം തിരിച്ചറിയണം. The principle of flexible functional organization. In group work, the formal organization should be flexible. The organization is understood by the members and can function accordingly. So ഇത് ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ഓർഗനൈസേഷൻ ആയിരിക്കണം ഇതെന്ന് പറയുന്നത്. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇത് നടന്നത് എന്നുള്ളത് എല്ലാവർക്കും, അതിൻ്റെ ഫങ്ഷൻ എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയണം. ഫ്ലെക്സിബിൾ ആയിട്ടുള്ള രീതിയിലായിരിക്കണം, അല്ലെങ്കിൽ ഫോർമൽ രീതിയിൽ അല്ലെങ്കിൽ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള രീതിയിലായിരിക്കണം സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് നടക്കേണ്ടത്. The principle of progressive program experiments. The program introduced should be according to the need, interest, experience and competence of members of the group. So ഏതെങ്കിലും ഒരു പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നെങ്കിൽ അത് ആ ഗ്രൂപ്പിലുള്ള വ്യക്തികളുടെ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ അവരുടെ എക്സ്പീരിയൻസ്, അവർ എന്തിനാണ് അത് വന്നിരിക്കുന്നത്, സോ അതിനെയൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കണം അവിടെ പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്. സോ അതാണ് ഉദാഹരണം പറഞ്ഞാൽ സിമ്പിൾ ടു നമ്മൾ പ്രോഗ്രാം ചെയ്യുകയാണെങ്കിൽ ഗ്രൂപ്പിൻ്റെ കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അവിടെ എന്ത് ചെയ്യണം, സിമ്പിൾ ടു കോംപ്ലക്സ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആയിരിക്കണം പ്രൊവൈഡ് ചെയ്യേണ്ടത്. പ്രിൻസിപ്പിൾ ഓഫ് റിസോഴ്സ് യൂട്ടിലൈസേഷൻ. ദ ടോട്ടൽ എൻവയോൺമെൻറ്റ് ഓഫ് ദ ഏജൻസി ആൻഡ് കമ്മ്യൂണിറ്റി റിസോഴ്സസ് ഷുഡ് ബി യൂട്ടിലൈസ്ഡ് അറ്റ് ദ മാക്സിമം ലെവൽ ഫോർ ദ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ദ ഗ്രൂപ്പ്. സോ നമ്മുടെ റിസോഴ്സ് നല്ല രീതിയിൽ നമുക്ക് എന്തൊക്കെ റിസോഴ്സ് കിട്ടുമോ അതെല്ലാം മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. അതുപോലെ പ്രിൻസിപ്പിൾ ഓഫ് ഇവാലുവേഷൻ. കണ്ടിന്യൂസ് ആയിട്ട് ഓരോ പ്രോഗ്രാംസും ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അത് ഏതൊരു കാര്യത്തിൻ്റെ അച്ചീവ്മെൻറ്റിന് ആവശ്യമാണെങ്കിലും നമ്മൾ ചെയ്യുന്ന കാര്യം എഫക്റ്റീവ് ആണോ എന്ന് അറിയണമെങ്കിൽ അവിടെ ഇവാലുവേഷൻ നടക്കണം. സോ ഇത്രയേ ഉള്ളൂ സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് പ്രോസസ്സ് വരെ. ഇനി സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് പ്രോസസ്സ് നടക്കണമെങ്കിൽ അതിന് ഒരു 5 സ്റ്റെപ്സ് ഉണ്ട്. ആ സ്റ്റെപ്സ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.